ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഗ്ലോബ് എന്നതിനെ കുറിച്ചാണ്. എന്താണ് ഗ്ലോബ് എന്ന് പറയുന്നത്? പലതരത്തിലുള്ള രാജ്യങ്ങളും കോണ്ടിനെന്റ്സും എല്ലാം മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ഗ്ലോബിലാണ് അല്ലേ? അപ്പൊ ആ ഒരു ഗ്ലോബിന്റെ ലാറ്റിറ്റ്യൂഡ് സൈഡിനെ കുറിച്ചും അതുപോലെ തന്നെ അതിന് ലോഞ്ചിറ്റ്യൂഡ് സൈഡിനെ കുറിച്ചുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ ഓൾ അറൗണ്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ ലാറ്റിറ്റ്യൂഡ് വൈസ് നമ്മൾ ഗ്ലോബിനെ തരംതിരിക്കുമ്പോൾ എന്തുണ്ട്? ഗ്ലോബിന് എന്തായാലും നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട് അല്ലേ? അപ്പോ ഇവിടെയാണ് നോർത്ത് പോള്, സൗത്ത് പോള്. ഓക്കെ, 90 ഡിഗ്രിയാണ് ഈ രണ്ട് സൈഡും നമുക്കൊക്കെ അറിയാം അല്ലേ? ഓക്കെ, ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഈ ഒരു സൈഡിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയും. ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് മക്കൾ നോക്കിക്കേ, എന്താണ് ഗ്ലോബ്? ഗ്ലോബ് മേ ബി ഓഫ് വെറൈയിങ് സൈസ് ആൻഡ് ടൈപ്സ് അല്ലേ? വേരിയിങ് സൈസ് ആണ് ഗ്ലോബ് എന്ന് പറയുന്നത്. പല സൈസിലുള്ള ഗ്ലോബ്സ് മക്കൾ കണ്ടിട്ടുണ്ടാവും. ചെറിയ സ്മോൾ ടു ബിഗ് സൈസിലുള്ള ഗ്ലോബ് വരെ നമ്മൾ കണ്ടതാണ് അല്ലെ? മക്കൾ കണ്ടിട്ടുണ്ടാവല്ലോ അല്ലേ? ഇറ്റ് ഈസ് ബിഗ് വൺസ് which cannot be carried easily. വലിയ ഗ്ലോബ് ഒന്നും നമുക്ക് കയ്യിൽ ഏന്തിക്കൊണ്ട് നമുക്ക് നടക്കാനൊന്നും പറ്റില്ല. ക്യാരി ചെയ്ത് നടക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? പക്ഷേ സ്മോൾ പോക്കറ്റ് ഗ്ലോബ്സും ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലെ? ആൻഡ് ഗ്ലോബ് ലൈക്ക് ബലൂൺസ് അല്ലെ? ഗ്ലോബ് ലൈക്ക് സ്ട്രക്ചർ ഉള്ള ബലൂൺസും ഇപ്പൊ അവൈലബിൾ ആണ് അല്ലെ? വിച്ച് ക്യാൻ ബി ഇൻഫ്ലേറ്റഡ് ആൻഡ് ആർ ഹാൻഡി. ഈസിലി അതെന്താണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാരി ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള സ്മോൾ പോക്കറ്റ് ഗ്ലോബ്. അല്ലാതെ ബിഗ് വൺസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാരി ചെയ്യാൻ പറ്റില്ല. അത് വളരെ നമുക്ക് എന്തായിരിക്കും, ഡിഫിക്കൽട്ടി ആയിരിക്കും അല്ലെ? ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാലോ നമുക്ക്? ഓക്കെ, ഈ പോയിന്റ് നോക്കിക്കേ മക്കള്. ഫസ്റ്റ് പോയിന്റ്, ദ ഗ്ലോബ് ഇസ് നോട്ട് ഫിക്സ്ഡ്. ഗ്ലോബ് എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംഗതിയല്ല. എന്ന് വെച്ചാൽ ഒന്നിലും ഫിക്സ്ഡ് ആയിട്ടുള്ള സംഗതിയല്ല ഗ്ലോബ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി റൊട്ടേറ്റഡ് ദ സെയിം വേ ആസ് എ ടോപ്പ് സ്പിൻ ഓർ പോട്ടേഴ്സ് വീൽ ഈസ് റൊട്ടേറ്റഡ്. നമുക്ക് ഇത് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം? അതിനെന്തുണ്ടാവും? ഒരു സ്പിൻ അല്ലെ, പോട്ടേഴ്സ് വീല് പോലെയാണ് അത് അല്ലെ? അതുപോലെ തന്നെ എന്ത് ചെയ്യും? ഗ്ലോബ് നമ്മൾ കറക്കുമ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യും അല്ലെ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് മക്കൾ നോക്കിക്കേ. On the globe, countries, continents, oceans are shown in their correct size. അല്ലേ? എന്തിനൊക്കെ കുറിച്ചാണ് മക്കളെ മാപ്പില് അല്ലേ? മാപ്പിന്റെ സ്ട്രക്ചർ എന്തിനൊക്കെ കുറിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടാവും? ഫസ്റ്റ് വൺ എന്താണ് മക്കളെ? ഇറ്റ് ഈസ് കൺട്രീസ് അല്ലേ? കൺട്രീസിനെ കുറിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലേ? എന്തിലെ മക്കളെ? ഗ്ലോബില് കൺട്രീസ്, കറക്റ്റ് കൺട്രീസിന്റെ ഒക്കെ കറക്റ്റ് ആയിട്ട് ഗ്ലോബില് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എന്തിനൊക്കെ കുറിച്ചാണ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുക ഗ്ലോബില്? പറഞ്ഞേ. നിങ്ങളൊരു ഗ്ലോബ് നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതില് മെയിൻ ആയിട്ട് കാണുക, ഹൈലൈറ്റ് ചെയ്തിട്ട്? കോണ്ടിനെന്റ്സ് അല്ലാതെ കൺട്രീസ് കാണാം അല്ലെ? പിന്നെ കൺട്രീസ് കാണാം, കോണ്ടിനെന്റ്സ് മാർക്ക് ചെയ്ത് കാണാം, പിന്നെ ഓഷ്യൻസും കാണാം അല്ലെ? അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഗ്ലോബില് മാർക്ക് ചെയ്യപ്പെടുന്നത് അല്ലെ? അപ്പോ ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞത് എന്താണ് മക്കളെ? ഗ്ലോബ് എന്ന് പറയുന്നത് അല്ലെ? ഗ്ലോബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിന് വേറെ സ്ട്രക്ചറൽ തിങ്സിനെ കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, എ നീഡിൽ ഈസ് ഫിക്സ്ഡ് ത്രൂ ദ ഗ്ലോബ് അല്ലെ? ഗ്ലോബിന്റെ ഉള്ളിൽ ഒരു നീഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അറിയില്ലേ? അത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി അതിന് സഹായിക്കും. ദ ഗ്ലോബ് ഇൻ എ ടൈറ്റിൽഡ് മാനർ ഇറ്റ് ഈസ് കോൾഡ് ഇറ്റ്സ് ആക്സിസ് അല്ലെ? ഒരു നീഡിലുണ്ട്, ആ നീഡിലാണ് ആ ഗ്ലോബ് കറക്റ്റ് ഇതിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതിന് പറയുന്ന പേരെന്താണ് മക്കളെ? ആക്സിസ് എന്നാണ് കേട്ടോ. എ നീഡിൽ ഈസ് ഫിക്സ്ഡ് ത്രൂ ദ ഗ്ലോബ് ഇൻ എ ടൈറ്റിൽഡ് മാനർ ഇറ്റ് ഈസ് കോൾഡ് ആസ് വാട്ട്? ഇറ്റ് ഈസ് കോൾഡ് ആസ് ആക്സിസ് എന്നാണ് അതിന് പറയാ. ഓക്കെ,
അപ്പൊ 2 പോയിന്റ്സ് ഉണ്ടാവും മേലെയും താഴെയായിട്ട് ഗ്ലോബിന്റെ ഇതില്. അപ്പോ the 2 points on the globe through which the needle is passes are 2 poles ആണ്. അപ്പൊ അതിനെ താഴെ മേലെയുള്ള 2 പോയിന്റ്സിനെ എന്താണ് വിളിക്കുക മക്കളെ? ഇറ്റ് ഈസ് നോർത്ത് പോൾ ഓർ സൗത്ത് പോൾ എന്നാണ് പറയുക അല്ലെ. നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ, 2 points on the globe is called as north pole and south pole അല്ലെ. പിന്നെ ഗ്ലോബിൽ എന്തൊക്കെയാണ് മാർക്ക് ചെയ്തത്? കൺട്രീസ്, കോണ്ടിനെന്റ്സ്, ഓഷ്യൻസ് അല്ലെ. the needle is fixed through the globe, അതിന് പറയുന്ന പേരെന്താണ് മക്കളെ? ആക്സിസ് എന്നാണ് അല്ലെ. പിന്നെ നെക്സ്റ്റ് സ്ലൈഡ് മക്കള് നോക്കിക്കേ. The globe can be moved around this needle from west to east അല്ലേ. ഇങ്ങനെ ഈ ഒരു നീഡിൽ ആക്സിസ് ബേസിസിൽ പൊസിഷൻ ചെയ്യുന്ന ഗ്ലോബ് നമുക്ക് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും മക്കളെ? വെസ്റ്റ് ടു ഈസ്റ്റിലേക്ക് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം അല്ലേ. ജസ്റ്റ് ആസ് ദ എർത്ത് മൂവ്സ്, എന്ത് മൂവ് ചെയ്യും പോലെ ഗ്ലോബും മൂവ് ചെയ്യുന്ന പറയുന്നത്. നമ്മുടെ എർത്ത് റൊട്ടേറ്റ് ചെയ്യും പോലെ തന്നെ ഗ്ലോബും റൊട്ടേറ്റ് ചെയ്യും എന്നാണ് കേട്ടോ പറയുന്നത്, മൂവ് ചെയ്യും എന്നാണ് പറയുന്നത്. But remember there is a major difference. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഗ്ലോബും എർത്തും തമ്മിൽ വലിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട് അല്ലെ. എങ്ങനെയാണ് അത് വ്യത്യസ്തമാവുന്നതെന്ന് നോക്കിയാലോ. നെക്സ്റ്റ് പോയിന്റിൽ നമുക്ക് അതിനെ കുറിച്ച് നോക്കാം അല്ലെ. The real earth has no such needle. ശരിക്കും നമ്മുടെ എർത്തിന്, ഭൂമിക്ക് എന്തില്ല? ഈ ഗ്ലോബിനുള്ള പോലെയുള്ള നീഡിൽ ഇല്ല അല്ല. ഒരു ആക്സിസ് പോലെ അതിനെന്തില്ല, ഒരു നീഡില് പോലെ അതിന് പൊസിഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്ലോബിനുള്ള പോലെ നമ്മുടെ റിയൽ എർത്തിന് ഇല്ല അല്ലെ. It is moves around its axis അല്ലെ. എർത്ത് മൂവ് ചെയ്യുന്ന അതിന്റെ ആക്സിസിലാണ്. അതിന് പറയുന്ന പേര് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ ഇമാജിനറി ലൈൻ ആണ്. അല്ലാതെ ഒരു നീഡിൽ പോലത്തെ സംഗതി ഒന്നും എർത്തിന് മൂവ് ചെയ്യുമ്പോൾ ഒരു ഉള്ളിലായിട്ട് ഒരു നീഡിൽ പോലത്തെ സംഗതി ഒന്നും ഇല്ല, ഗ്ലോബ് പോലെ എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? The globe can be moved around this needle from west to ഈസ്റ്റിലേക്ക് മൂവബിൾ ആണ്. ജസ്റ്റ് ആസ് ദി എർത്ത് മൂവ്സ് അല്ലെ. എർത്ത് മൂവ് ചെയ്യും പോലെ തന്നെയാണ് ഗ്ലോബും മൂവ് ചെയ്യുന്നത്. പക്ഷെ എന്താണ് മേജർ ഡിഫറൻസ് ഗ്ലോബും എർത്തും തമ്മിലുള്ളത് നമുക്ക് നോക്കിയാലോ. അപ്പൊ റിയൽ എർത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരിക്കുള്ള ഭൂമിക്ക് എന്തില്ല, ഒരു നീഡിൽ ഇതിലല്ല എന്ത് കറങ്ങുന്നത്, നമ്മുടെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിനൊരു ഇമാജിനറി ലൈൻ ബേസിസിലാണ്, സാങ്കല്പിക ലൈൻ ബേസിസിലാണ് നമ്മുടെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെയാണോ ഗ്ലോബ്? ഗ്ലോബ് എന്ന് പറയുമ്പോൾ ഒരു നീഡിലിന്റെ ഇതിൽ ബേസിസിലാണ്. ബേസ്ഡ് അപ്പോൺ ദാറ്റ് നീഡിൽ ദ ഗ്ലോബ് റൊട്ടേറ്റ്സ് അല്ലെ. അതിന്റെ ആ നീഡിലിന് പറയുന്ന പേരെന്താ മക്കളെ? ആക്സിസ് എന്ന്. പക്ഷേ ഈ എർത്ത് മൂവ് ചെയ്യുന്നത് അതിൻ്റെതായിട്ടുള്ള ആക്സിസിലാണ്. പക്ഷെ ആ ഒരു ആക്സിസ് എന്താണ്? ഒരു ഇമാജിനറി ലൈൻ ആണ്. അല്ലാതെ നീഡിലൊന്നും എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനില്ല എന്നാണ് കേട്ടോ പറയുന്നത്. Okay. Another imaginary line that is running on the globe that divides it into 2 equal parts. ഇങ്ങനെ ഒരു വേറൊരു ഇമാജിനറി ലൈൻ ഗ്ലോബിനുമുണ്ട്. അത് ഗ്ലോബിനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് 2 രീതിയിൽ അത് പകുതിയായിട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു, വിഭജിക്കുന്നു. അതിന് പറയുന്ന പേരെന്താ മക്കളെ? ഇക്വേറ്റർ. ഈക്വൽ സൈഡ്സ് ആയിട്ട് ഗ്ലോബിനെ ഡിവൈഡ് ചെയ്യുന്ന അതിന്റെ പേര് ഇക്വേറ്റർ അല്ലെ. ഈക്വൽ സൈഡ്സ് ആയിട്ട് ഗ്ലോബിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരെന്താണ്? ഇക്വേറ്റർ എന്നാണ്. ഓക്കെ, പിന്നെ അപ്പൊ ഇക്വേറ്റർ ബേസിസിൽ ഗ്ലോബിനെ 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ നോർത്തേൺ ഹാഫിന് പറയുന്ന പേരെന്താണ്? ഇനി അടുത്തത് നോർത്തേൺ ഹാഫ് ഓഫ് ദി എർത്ത്. എർത്തിന്റെ നോർത്തേൺ ഹാഫ്, പകുതി ഭാഗം വേറെ ഈക്വൽ പാർട്ടായിട്ടുള്ള എർത്തിന്റെ നോർത്തേൺ പാർട്ടിന് പറയുന്ന പേര് നോർത്തേൺ ഹെമിസ്ഫിയർ എന്നാണ് അല്ലെ. The northern half of the earth is known as the northern hemisphere. ഓക്കെ, അതുപോലെ തന്നെ നോർത്തേൺ ഹാഫ് ഓഫ് ദി എർത്തിന്റെ പേര് നോർത്തേൺ ഹെമിസ്ഫിയർ എന്നാണെങ്കിൽ സദേൺ പാർട്ടിന് നമ്മൾ എന്താണ് വിളിക്കുക മക്കൾ പറഞ്ഞേ? സദേൺ ഹെമിസ്ഫിയർ എന്നാണ് അല്ലെ. ആൻഡ് ദ സദേൺ ഹാഫ് is known as the southern hemisphere. അപ്പൊ northern part of earth is known as
നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സദേൺ പാർട്ട് ഓഫ് എർത്ത് ഇസ് നോൺ ആസ് സദേൺ ഹെമിസ്ഫിയർ അല്ലെ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു ഇമാജിനറി ലൈൻ ഉണ്ടാവും അല്ലെ, നമ്മുടെ എർത്തിന് ആ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഒരു ഇതിനെ പറയുന്ന പേരാണ് എന്ത് മക്കളെ, ഇക്വേറ്റർ. അങ്ങനെ നമ്മുടെ എർത്ത് 2 ഈക്വൽ പാർട്സ് ആയി തരംതിരിക്കുമ്പോൾ അതിനെ നോർത്തേൺ ഹാഫിനെ എന്ത് പറയുന്നു, നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നു. സദേൺ ഹാഫിനെ സദേൺ ഹെമിസ്ഫിയർ എന്നും പറയുന്നു. ഓക്കെ ഓക്കെ അങ്ങനെ നമ്മൾ പറഞ്ഞു ഇക്വേറ്റർ ബേസിസിൽ. ഇക്വേറ്റർ എന്ന് പറഞ്ഞു, ഇക്വേറ്റർ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി സർക്കുലർ ലൈൻ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ അതെന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് റെഫറൻസ് പോയിന്റ് ടു ലൊക്കേറ്റ് പ്ലേസസ് ഓൺ ദി എർത്ത്. ഇക്വേറ്റർ എന്തിനാണ് മക്കളെ, ഇക്വേറ്റർ എന്ത് പണിയാണ് നമ്മുടെ എർത്തിൽ ചെയ്യുന്നത്? ഇത് നമുക്ക് വലിയ രീതിയിൽ റെഫറൻസ് ആണ്. ഇക്വേറ്ററിൽ നമുക്ക് റെഫറൻസ് ചെയ്യാം ഏതൊക്കെ സ്ഥലങ്ങളാണ്, ഏതൊക്കെ സൈഡിലാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരുന്നത് ഏതാണ്, ഇക്വേറ്റർ എന്ന് പറയുന്നത് ദാറ്റ് സർക്കുലർ ലൈൻ ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ മക്കള്. All parallel circles from the equator up to the poles are called as parallels of latitudes. എല്ലാ പാരലൽ ആയിട്ടുള്ള സർക്കിൾസ് മക്കൾ കണ്ടിട്ടില്ലേ നമ്മുടെ എർത്ത് അല്ലെങ്കിൽ ഗ്ലോബിന്റെ സ്ട്രക്ചറിൽ? ഇറ്റ് ഈസ് ഫ്രം ദ ഇക്വേറ്റർ അപ് ടു പോൾസ്. ഇക്വേറ്റർ ഇതില് പോൾസ് വരെയുള്ള ആ ഒരു ഇതിന് പറയുന്ന പേരെന്താണ്? പാരലൽ ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് എന്നാണ് അതിന്റെ പേര്. ഓക്കെ, ലാറ്റിറ്റ്യൂഡ്സ് എന്നത് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്തിന്റെ ബേസ്ഡ് അപ്പിലാണ്? ഇറ്റ് ഈസ് ഇൻ ഡിഗ്രീസ് അല്ലെ. ഡിഗ്രീസിന്റെ ബേസ്ഡ് അപ്പോൺ ഡിഗ്രീസ് ആണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് മെഷർ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇക്വേറ്റർ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി സർക്കുലർ ലൈൻ ആണ്. നമുക്ക് സ്ട്രക്ചർ നോക്കിയിട്ട് നമുക്ക് പറയാം ഇക്വേറ്ററിനെ കുറിച്ച് അല്ലെ. ഓക്കെ, ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇക്വേറ്റർ എന്ന് പറയുന്ന സംഗതി നമുക്ക് എങ്ങനെ ഇതാക്കാം, നമ്മുടെ സ്ഥലങ്ങളൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കും എന്ത്, ഇക്വേറ്റർ അല്ലെ എന്ന് പറയുന്ന ഇമാജിനറി സർക്കുലർ ലൈൻ. പിന്നെന്താണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്ന മക്കളെ? all parallel circles from the equator up to the poles. ഇക്വേറ്റർ തൊട്ട് പോൾസ് വരെ ഉള്ളതിന് എല്ലാ തരത്തിൽ എന്തുണ്ട്, പാരലൽ ആയിട്ടുള്ള സർക്കിൾസ് ഉണ്ട്. ഇക്വേറ്റർ ടു പോൾസ് അല്ലെ, ഇക്വേറ്റർ മുതൽ പോൾസ് വരെ ഉള്ളതിൽ പാരലൽ ആയിട്ടുള്ള കുറെ സർക്കിൾസ് ഫോം ചെയ്യുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് എന്ത് മക്കളെ? പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. കുറെ സർക്കിൾ കണ്ടിട്ടില്ലേ, പാരലൽ ആയിട്ട് ഒരേ രീതിയിലുള്ള പാരലൽ ആയിട്ടുള്ള സർക്കിൾസ് ഉണ്ടാവും ഇക്വേറ്റർ ടു പോൾസ്. അപ്പൊ അതിന് പറയുന്ന പേരാണ് എന്ത് മക്കളെ? പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ്. ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്ന സംഗതി മെഷർ ചെയ്യുന്നത് എന്തിന്റെ ബേസ്ഡ് ആണ് മക്കളെ? ഡിഗ്രീസ് ബേസ്ഡ് ആണ് അല്ലെ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ ഒരു ലൈൻ ഇമാജിനറി ലൈൻ ആണ് എന്ത് മക്കളെ? ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഇക്വേറ്റർ അല്ലെ, ഇക്വേറ്റർ എന്ന് പറയുന്നത് ഇമാജിനറി ലൈൻ ആണ്. ഓക്കെ, അവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത് മക്കളെ? പോൾസിന്റെ ബേസിസിലും അല്ലെ. അതുപോലെ തന്നെ കുറെ എന്താണ് പാരലൽ സർക്കിൾസ് കണ്ടില്ലേ ഇവിടെ, കുറെ പാരലൽ സർക്കിൾസ്. ഈ പാരലൽ സർക്കിൾസിനെ ഒക്കെ പറയുന്ന പേരാണ് എന്ത്? ഇത്രയും ഇക്വേറ്റർ അപ് ടു പോൾസ് വരെ കുറെ പാരലൽ സർക്കിൾസ് ഉണ്ട്. ആ പാരലൽസിന് പറയുന്ന പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് അല്ലെ. ഓക്കെ, ഈ പാരലൽസിന് പറയുന്നതാണ്. അപ്പൊ ഇത് പോൾസിന്റെ ഉള്ളിൽ കൂടെ അല്ലെ, ഇക്വേറ്ററും പോൾസിന്റെ ഉള്ളിൽ കൂടെ വരുന്ന കുറെ പാരലൽ സർക്കിൾസ് ഇല്ലേ. ഓൾ പാരലൽ സർക്കിൾസ് ഫ്രം എല്ലാ പാരലൽ സർക്കിൾസും ഇക്വേറ്ററും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പോൾസുമായിട്ട് അല്ലെ, ഇക്വേറ്ററിനും അതുപോലെ തന്നെ പോൾസിന്റെ ഉള്ളിൽ കൂടെ ഈ ഫോം ചെയ്യുന്ന സർക്കുലർ ഇതില്ലേ, ഇക്വേറ്ററും അതുപോലെ തന്നെ പോൾസ്. ഈ പോൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ നോർത്ത് പോളും ഇത് സൗത്ത് പോളാണ് ഈ സൈഡ്. ഓക്കെ, സൗത്ത് പോൾ. അപ്പൊ ഇങ്ങനെ ഇക്വേറ്ററിന്റെ സൈഡിൽ, ഇക്വേറ്ററിന്റെ ഉള്ളിൽ കൂടെ ഇക്വേറ്ററും പോളും കൂടെ ഇതാവുമ്പോ എന്ത് ഫോം ചെയ്യും?
അല്ലെ? ഇറ്റ് ഈസ് ഓൾ പാരലൽ സർക്കിൾസ് അല്ലെ? എല്ലാ ഈ ഇക്വേറ്ററിന്റെയും പോൾസിന്റെയും സൈഡിലായിട്ട് ഇങ്ങനെ ഫോം ചെയ്യുന്ന ഈ പാരലൽ സർക്കിൾസിനെ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? ഇക്വേറ്റർ ആണ് ഇത് പാരലൽ സർക്കിൾസ് എന്താണ്? ഇക്വേറ്ററിന്റെയും പോൾസിന്റെയും ഉള്ളിൽ കൂടെ ഫോം ചെയ്യാണ് അല്ലെ? ഈ പാരലൽ സർക്കിൾസിന് പറയുന്ന പേരാണ് എന്ത് മക്കളെ? ലാറ്റിറ്റ്യൂഡ്. അതിന് പറയുന്ന പേര് പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്നാണ് അതിന്റെ പേര്. ഈ ലാറ്റിറ്റ്യൂഡ് മെഷറപ്പ് ചെയ്യുന്ന ഡിഗ്രി ബേസിസിലാണ്. അതാണ് എന്ത്? ഇവിടെ 90, 60, 30, 0 ഡിഗ്രി അങ്ങനെ വീണ്ടും മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഓരോ സൈഡിലും. ഓക്കെ, അപ്പോ എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്ന് നമുക്ക് നോക്കിയാലോ? വാട്ട് ഈസ് മെൻ ബൈ ലാറ്റിറ്റ്യൂഡ് നോക്കിയാലോ? ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ദി ഇക്വേറ്റേഴ്സ് കോൾഡ് ആസ് ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പൊ എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? നോർത്തും അല്ലെ, നോർത്ത് സൈഡും സൗത്ത് സൈഡും ഓഫ് ദി ഇക്വേറ്റർ തമ്മിലുള്ള ആ ഒരു ഇതിനെയാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പറഞ്ഞല്ലോ, ഈ ഇക്വേറ്ററും പോൾസിന്റെ കൂടെ പല പാരലൽ സർക്കിൾസ് ഫോം ചെയ്യുന്നു. അതാണ് ലാറ്റിറ്റ്യൂഡ് അല്ലെ? ഇറ്റ് മീൻസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ദി ഇക്വേറ്റർ is called as latitude. Okay, what is longitude? എന്താണ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് നോക്കിയാലോ? ഇറ്റ് മെഷേഴ്സ് ദ ഡിസ്റ്റൻസ് ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓഫ് പ്രൈം മെറിഡിയൻ. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, ഓക്കെ, ഇറ്റ് ഈസ് longitude means between the east and west of prime meridian. It is longitude എന്നാണ് പറയാ. ഈ ഈസ്റ്റ് വെസ്റ്റ് സൈഡിൽ അല്ലെ, ഇറ്റ് ഈസ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് സൈഡിലുള്ള സൈഡ് കൂടെ കണക്ട് ചെയ്ത് പ്രൈം മെറീഡിയത്തിലൂടെ പോകുന്നത് ലോഞ്ചിറ്റ്യൂഡ് എന്നാണ് പറയാ. ഈ ഒരു മെഷർമെന്റ്, ഈ ഒരു സൈഡ് പ്രൈം മെറീഡിയൻ കൂടെ ഈസ്റ്റ് വെസ്റ്റ് കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ലോഞ്ചിറ്റ്യൂഡ് ലൈൻ ഇവിടെ ഫോം ചെയ്യുന്നത്. അതാണ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓഫ് പ്രൈം മെറീഡിയൻ. നമ്മൾ ഇവിടെ പറഞ്ഞത് ഇക്വേറ്ററും പോൾസും തമ്മിലുള്ള ബന്ധം കൊണ്ടാണ് ലാറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നത്. ഇവിടെയോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈസ്റ്റ് സൈഡ് ഇവിടെയും വെസ്റ്റ് സൈഡും അതുപോലെ തന്നെ പ്രൈം മെറീഡിയൻ ഇവിടെയാണ് അല്ലെ? ഈ ഒരു ഡിസ്റ്റൻസിനെ പറയുന്ന ഈസ്റ്റും വെസ്റ്റും കണക്ട് ചെയ്ത് പ്രൈം മെറീഡിയത്തിലൂടെയാണ് ലോഞ്ചിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ലാറ്റിറ്റ്യൂഡിന്റെ പറയുമ്പോൾ ഇക്വേറ്ററും പോൾസും ആണ് നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞത്. അതിൽ ഫോം ചെയ്യുന്ന എന്താ പറയാ പാരലൽ സർക്കിൾസിന് നമ്മൾ പറഞ്ഞു ലാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് മെഷറപ്പ് ചെയ്യാന്ന് അല്ലെ? അപ്പൊ ലോഞ്ചിറ്റ്യൂഡ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് മെഷേഴ്സ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ദാറ്റ് ഇസ് ത്രൂ പ്രൈം മെറീഡിയൻ. അതാണ് എന്ത് മക്കളെ? ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വേറ്ററിൽ എത്ര മെഷർമെന്റ് ഓഫ് ഡിഗ്രി ആണ് ഇക്വേറ്ററിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്? നോക്കിക്കേ മക്കളെ, അടുത്ത സ്ലൈഡില്, പുതിയ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ്, നമ്മൾ പറയാൻ പോകുന്ന ഫസ്റ്റ് പോയിന്റ് ഏതാ നോക്കിക്കേ? ദ ഇക്വേറ്റർ റെപ്രസെന്റ്സ് ദ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് അല്ലെ? ഇക്വേറ്ററിൽ എത്ര ഡിഗ്രിയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്? 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആണ് ഇക്വേറ്റർ. ഓക്കെ, അപ്പൊ അറിയാം ലാറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്ന ഇക്വേറ്ററും പോൾസും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസിന്റെ ഇതിലാണെന്ന് നമുക്കൊക്കെ അറിയാം അല്ലെ? നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. സിൻസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി ഇക്വേറ്റർ ടു ഐദർ ഓഫ് ദി പോൾസ് അല്ലെ? ഇക്വേറ്ററും അതുപോലെ തന്നെ നോർത്ത് പോളും സൗത്ത് പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര ഉണ്ട്? ഇറ്റ് ഈസ് 1/4 ഓഫ് എ സർക്കിൾ റൗണ്ട് ദി എർത്ത് അല്ലെ? ഇക്വേറ്ററും ആ രണ്ട് സൗത്ത് പോളും നോർത്ത് പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയുണ്ട്? അത് എത്ര കവറപ്പ് ചെയ്യും നമ്മുടെ എർത്തിന്റെ? 1/4 ഓഫ് ദി സർക്കിളിന് കവറപ്പ് ചെയ്യും. ഇറ്റ് വിൽ മെഷർ ഓഫ് 360 ഡിഗ്രീസ്. അത് മെഷറപ്പ് ചെയ്യുന്ന എത്രയാണ്? 360 ഡിഗ്രി ഓർ 90 ഡിഗ്രി ബേസിസിലാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ദ ഇക്വേറ്റർ റെപ്രസെന്റ്സ് ദ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് അല്ലെ? ഇതിന്റെ നമ്മൾ പറഞ്ഞതാണ് ഇക്വേറ്ററിൽ കണ്ടോ 0 ഡിഗ്രി ആണ് ഇക്വേറ്റർ ഡിഗ്രി. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്? പിന്നെ നമ്മൾ പറഞ്ഞത് ദ ഡിസ്റ്റൻസ് ഓഫ് ഇക്വേറ്റർ ടു ഐദർ പോൾസ് അല്ലെ? രണ്ട് പോൾസിലും കണ്ടോ 90 ഡിഗ്രി അല്ലെ? ഓക്കെ, രണ്ട് പോൾസിന്റെ ഇത് വെച്ച് നോക്കുമ്പോ എന്താ 90 ഡിഗ്രി ഇതിലാണ്. അപ്പൊ എത്രയാണ് പറയുന്നത്? ഇറ്റ് ഈസ്
ഇറ്റ് വിൽ മെഷർ ഓഫ് 360 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രി ബേസിസിലാണ് മെഷർ അപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് പറഞ്ഞത്. സിൻസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഇക്വേറ്റർ ടു ഐദർ ഓഫ് ദി പോൾസ് എന്ന് പറയുന്ന 1/4 ഓഫ് ദി സർക്കിൾ റൗണ്ട് ദി എർത്ത് ആണ്. ഇറ്റ് വിൽ മെഷർ ഓഫ് 360 ഡിഗ്രി ഓർ 90 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രി ആണ് നോർത്ത് പോൾ, സൗത്ത് പോൾ അല്ലെ 90 ഡിഗ്രി ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങളേ ഉള്ളൂ പറയുന്നുള്ളൂ. അപ്പൊ 90 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് അല്ലെ, 90 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് മാർക്സ് എന്താണ്? നോർത്ത് പോൾ അല്ലെ. മക്കൾക്ക് അറിയാം നോർത്ത് പോൾ ഇവിടെ, സൗത്ത് പോൾ ഇവിടെ അല്ലെ, ഗ്ലോബിന്റെ സൈഡില്. അപ്പൊ ഈ ഒരു 90 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിന് പറയുന്ന അല്ലെ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ഒരു ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് ഇല്ലേ, നോർത്ത് ലാറ്റിറ്റ്യൂഡ്, ഈ ഒരു 90 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിനെ പറയുന്ന പേര് എന്താണ് മക്കളെ? നോർത്ത് പോൾ എന്നും 90 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിനെ പറയുന്ന പേര് സൗത്ത് പോളും എന്നാണ്. എന്താണ്? 90 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിനെ പറയുന്ന പേര് നോർത്ത് പോൾ എന്നും 90 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് പറയുന്ന പേര് സൗത്ത് പോൾ എന്നുമാണ്. ഓക്കെ, സച്ച് ഓൾ പാരലൽസ് നോർത്ത് ഓഫ് ദി ഇക്വേറ്റർ ആർ കോൾഡ് നോർത്ത് ലാറ്റിറ്റ്യൂഡ്. ഇങ്ങനെ നോർത്ത് സൈഡിലേക്ക് പാരലൽ ആയിട്ട് സർക്കിൾസ് ഫോം ചെയ്യുന്ന മക്കൾ കണ്ടിട്ടില്ലേ? അതിന് പറയുന്നതാണ് നോർത്ത് ലാറ്റിറ്റ്യൂഡ് എന്ന്. സിമിലർലി ഓൾ പാരലൽ സൗത്ത് ഓഫ് ഇക്വേറ്റർ ആർ കോൾഡ് ആസ് സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ്. അപ്പൊ നമ്മൾ പോൾസിന്റെ പറഞ്ഞു, ലാറ്റിറ്റ്യൂഡ്സിന്റെ ഇവിടെ പറഞ്ഞു അല്ലെ. Thus 90 degree north latitude marks the north pole and 90 degree south latitude means south pole അല്ലെ. സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. As such all parallels അല്ലെ, as such all parallels north of the equator are called as north latitude. വളരെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ എല്ലാ പാരലൽ ആയിട്ട് സർക്കിൾസ് ഫോം ചെയ്ത് ഇക്വേറ്ററിന്റെ സൗത്ത് സൈഡിലാണെങ്കിൽ അതെന്താ പറയാ, അതിനെന്താ പേര് പറയാ മക്കളെ? സൗത്ത് ലാറ്റിറ്റ്യൂഡ് എന്നാണ് അല്ലെ. ഓക്കെ ഓക്കെ, ഓരോ ലാറ്റിറ്റ്യൂഡ്സിന്റെ വാല്യൂ എങ്ങനെയാ, അതിന്റെ മൂല്യം എങ്ങനെയാണ് കണക്കാക്കുന്നത്? The value of each latitude is therefore it is following by either the word north or south. ഒരു ലാറ്റിറ്റ്യൂഡിന്റെ വാല്യൂ കണക്കാക്കുന്നത് എന്തിന്റെ ബേസിലാണ്? അത് ഏത് ഇതിലാണ്, സൈഡിലാണ്, നോർത്ത് സൈഡിലാണോ സൗത്ത് ലാറ്റിറ്റ്യൂഡിലാണോ, അതിന്റെ ബേസിസിലാണ് ആ ഒരു ലാറ്റിറ്റ്യൂഡിന്റെ വാല്യൂ കണക്കാക്കുന്നത്. ആ ഒരു ഏത് സൈഡിലാണ്, നോർത്തിലാണോ സൗത്തിലാണോ എക്സിസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ ബേസ്ഡ് upon that the value of latitude is determined. Okay, next point നോക്കിക്കേ മക്കള്. ജനറലി ഇത് ഗ്ലോബില് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നോർത്ത് സൈഡിനെ, നോർത്ത് ലാറ്റിറ്റ്യൂഡിനെ N എന്നും സൗത്ത് ലാറ്റിറ്റ്യൂഡിനെ S എന്നുമാണ് അല്ലെ. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, ബോത്ത് ചന്ദ്രപൂർ ഇൻ മഹാരാഷ്ട്ര, ഇന്ത്യയിലുള്ള ഒരു പ്ലേസിന് എക്സാമ്പിൾ എടുക്കുകയാണ്, ആൻഡ് ബെലോ ഹൊറിസോണ്ടെ ഇൻ ബ്രസീൽ, സൗത്ത് അമേരിക്കയിലുള്ള ഒരു ഇതിനെ നോക്കുകയാണ്, ആർ ലൊക്കേറ്റഡ് ഓൺ ദ പാരലൽസ് ഓഫ് അബൌട്ട് 20 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബോത്ത് ചന്ദ്രപൂർ ഇൻ മഹാരാഷ്ട്ര ഇന്ത്യ ആൻഡ് ബെലോ ഹൊറിസോണേറ്റ് ഇൻ ബ്രസീൽ, ഈ രണ്ട് സിറ്റീസും എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? 20 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ബേസ്ഡ് അപ്പോൺ ദാറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഓരോ പ്ലേസിന്റെയും ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് അല്ലെ. ഓക്കെ, ബട്ട് ദ ഫോമർ ഇസ് 20 ഡിഗ്രി നോർത്ത് ഓഫ് ദി ഇക്വേറ്റർ. ലേറ്റർ എന്താണ് ഫോമർ? ആദ്യം വരുന്നത് എന്താണ്? മുകളിൽ 20 ഡിഗ്രി ഓഫ് ഇക്വേറ്റർ ആണ്, നോർത്ത് ഓഫ് ദി ഇക്വേറ്റർ ആണ് ഫസ്റ്റ് വരിക. പിന്നെ ലേറ്റർ വരുന്നതാണ് 20 ഡിഗ്രി സൗത്ത് ഓഫ് ഇറ്റ് അല്ലെ. ഫോമർ ആദ്യം 20 ഡിഗ്രി നോർത്ത് ഓഫ് ഇക്വേറ്റർ ആണ് അല്ലെ. ഇപ്പോ ഇതിന്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഓക്കെ ഓക്കെ, former is 20 degree north of equator and later എന്ന് പറയുന്ന 20 degree south of equator ആണ്. Therefore we can say that Chandrapur is situated at 20 degree north latitude and Belo Horizonte is situated at 20 degree സൗത്ത് ലാറ്റിറ്റ്യൂഡ്. അതെന്താണ്? ആദ്യത്തേത് എന്തായാലും ഉൾപ്പെടെ 20 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിലായിരിക്കും. രണ്ടാമത് പറഞ്ഞ നമ്മുടെ
ഏതാണ് ഇതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ചന്ദ്രാപൂർ ഇൻ മഹാരാഷ്ട്ര ഇന്ത്യയെയും പിന്നെ ബെലോ ഹൊറിസോണേറ്റ് ഇൻ ബ്രസീൽ സൗത്ത് അമേരിക്കയിലുള്ള സ്ഥലങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഫോമർ ഇത് ചന്ദ്രാപൂർ ഉൾപ്പെടുന്ന ഏതായിരിക്കും, ഏത് ഇതിലായിരിക്കും, നോർത്ത് ലാറ്റിറ്റ്യൂഡിലായിരിക്കും ചന്ദ്രാപൂർ ഉൾപ്പെടുക, 20 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് അല്ലെ. രണ്ടാമത് ലേറ്റർ വരുന്ന ബെലോ ഹൊറിസോണ്ടേ ഇൻ ബ്രസീൽ സൗത്ത് ലാറ്റിറ്റ്യൂഡ് ആയിരിക്കും. ഫോമർ ആയിട്ട് വരുന്നത് ആദ്യം വരുന്നത് എപ്പോഴും നോർത്തിലും രണ്ടാമത് വരുന്ന സിറ്റി സൗത്തിലുമായിരിക്കും. ഓക്കെ ഓക്കെ ഇമ്പോർട്ടന്റ് പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സിന്റെ ഇമ്പോർട്ടന്റ് പാരലൽസിനെ കുറിച്ച് നമുക്ക് നോക്കിയാലോ. ഓക്കെ ഓരോ സൈഡിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ പാരലൽ സർക്കിൾസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയി ആ പാരലൽ സർക്കിൾസ് ആണ് ലാറ്റിറ്റ്യൂഡ് ആയിട്ട് ഫോം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞൂലേ ഗ്ലോബില്. അപ്പോ നമുക്ക് ഈ ഒരു പാരലൽ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ലാറ്റിറ്റ്യൂഡ്സിന്റെ ഓരോ പാർട്ടിനെ കുറിച്ച് നമുക്ക് നോക്കാം അല്ലെ. ഓക്കെ ഫസ്റ്റ് പോയിന്റ് നോക്കാം. ബിസൈഡ്സ് ദ ഇക്വേറ്റർ 0 ഡിഗ്രി. എന്താണ് ഇക്വേറ്ററിന്റെ ഇതിൽ ബേസിസിൽ മാർക്ക് ചെയ്ത ഡിഗ്രി 0 ഡിഗ്രി ആണെന്ന് നമുക്കൊക്കെ അറിയാം. നോർത്ത് പോളിലോ എത്രയാണ് ഡിഗ്രി, 90 ഡിഗ്രി നോർത്ത് ആണ് അല്ലെ. ഇതാ ഇവിടെ നമുക്ക് ഫിഗറിൽ കാണാം. ഇതാ നോർത്ത് സൈഡില് 90 ഡിഗ്രി നോർത്ത്, സൗത്ത് സൈഡില് 90 ഡിഗ്രി സൗത്ത്. ഓക്കെ നോർത്ത് പോളിൽ 90 ഡിഗ്രി നോർത്ത്, സൗത്ത് പോളിൽ 90 ഡിഗ്രി സൗത്ത്. ദർ ആർ 4 ഇമ്പോർട്ടന്റ് പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ്. 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ട് ലാറ്റിറ്റ്യൂഡ്സിന് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാന്ന് നോക്കിയാൽ ഇതൊക്കെ ഗ്ലോബിൽ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുമ്പോൾ അത് എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, 23 ഡിഗ്രി നോർത്ത് സൈഡിലാണ്. അതാണ് ഇതിന്റെ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ മക്കൾ നോക്കിക്കേ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അപ്പൊ അതെന്താ സൗത്ത് സൈഡിൽ ഇവിടെയാണ് നിലനിൽക്കുന്നത് അല്ലെ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഇറ്റ് ഈസ് 23 ഡിഗ്രി സൗത്ത് എന്നാണ് പറയുന്നത്. ഇൻ ദ സദേൺ ഹെമിസ്ഫിയറിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെ. തേർഡ് വൺ മക്കൾ നോക്കിക്കേ, ആർട്ടിക് സർക്കിൾ ആണ്. എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, ആ ഒരു പാരലൽ സർക്കിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് 66 ഡിഗ്രി നോർത്ത് ഓഫ് ദി ഇക്വേറ്റർ. ഇക്വേറ്ററിന്റെ നോർത്ത് സൈഡിലാണ് ആർട്ടിക് സർക്കിൾ ഫോം ചെയ്യുന്നത് 66 ഡിഗ്രി. ആൻഡ് ഫോർത്ത് വൺ നോക്കിക്കേ, ദ അന്റാർട്ടിക് സർക്കിളിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അന്റാർട്ടിക് സർക്കിൾ അത് എവിടെയാ ഫോം ചെയ്യുന്നത്, 66 ഡിഗ്രി സൗത്ത് സൈഡ് ഓഫ് ദി ഇക്വേറ്ററിലാണ്. ഓക്കെ അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ്. എന്തൊക്കെയാണ് നമുക്ക് ഒന്നും കൂടെ പറഞ്ഞാലോ. ബിസൈഡ്സ് ഇക്വേറ്റർ 0 ഡിഗ്രി ദ നോർത്ത് പോൾ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി നോർത്ത് ആയിട്ടാണ് അവിടെ സിഗ്നിഫൈ ചെയ്യുന്നത് അല്ലെ. ആൻഡ് സൗത്ത് പോൾ 90 ഡിഗ്രി സൗത്ത്. അങ്ങനെ ഇത് കൂടാതെ 4 ഇമ്പോർട്ടന്റ് അതർ പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ ടീച്ചർ. ഏതൊക്കെയാണ്, ഫസ്റ്റ് വൺ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇറ്റ് ഈസ് ഇൻ 23 ഡിഗ്രി നോർത്ത് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഇറ്റ് ഈസ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഇറ്റ് ഈസ് ഇൻ 23 ഡിഗ്രി സൗത്ത് ഇൻ ദ സദേൺ ഹെമിസ്ഫിയറിലാണ് അല്ലെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് വൺ ഇറ്റ് ഈസ് ആർട്ടിക് സർക്കിൾ അറ്റ് 66 ഡിഗ്രി നോർത്ത് ഓഫ് ദി ഇക്വേറ്റർ. ഇക്വേറ്ററിന്റെ നോർത്ത് സൈഡിൽ 66 ഡിഗ്രി അതിലാണ് ആർട്ടിക് സർക്കിൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. വാട്ട് അബൌട്ട് ലാസ്റ്റ് വൺ, അന്റാർട്ടിക് സർക്കിൾ ലൊക്കേറ്റഡ് 66 ഡിഗ്രി സൗത്ത് ഓഫ് ദി ഇക്വേറ്റർ. ഓക്കെ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദ ഹീറ്റ് സോൺസ് ഓഫ് ദി എർത്ത് ആണ്. ഏതൊക്കെയാണ് നമ്മുടെ എർത്തിന്റെ ഹീറ്റ് സോൺസ് എന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ നോക്കാം അല്ലെ. ഓക്കെ ഫസ്റ്റ് പോയിന്റ്, the midday sun is exactly overhead at least once a year on all latitudes in between the Tropic of Cancer and Tropic of Capricorn. Okay, നമ്മൾ പകൽ വെളിച്ചത്ത് വരുന്ന സൂര്യൻ ഉണ്ടല്ലോ, സൂര്യൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് എവിടേക്ക് വരും, വർഷത്തിൽ ഒരിക്കല് എക്സാക്ട്ലി ഓവർഹെഡ് അറ്റ്ലീസ്റ്റ് വൺസ് എ ഇയർ, ഒരു തവണയേ വരുള്ളൂ. എന്ത്, എല്ലാ ലാറ്റിറ്റ്യൂഡ്സിന്റെയും ഇടയിലേക്ക് അതെന്ത് വരും, ബിറ്റ്വീൻ ഇതിന്റെ ഇടയിലാ വരിക, ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ അടുത്തേക്ക് നമ്മുടെ സൺ എന്ത് ചെയ്യും, വരികയും അത്രയും ഹീറ്റ് അത് പ്രൊവൈഡ് ചെയ്യും. ഇതിന്റെ നടുവിൽ അത് വരുമ്പോ അല്ലെ, അത്രയും മാക്സിമം ഹീറ്റ് ആണ് അവർക്ക് ലഭിക്കുക.
ഓക്കെ, അതിന് പറയുന്ന പേര് ടോറിഡ് സോൺ എന്നാണ്. നമ്മുടെ പകൽ സമയം വരുന്ന സൂര്യന്റെ പ്രകാശം നമ്മുടെ എല്ലാ ലാറ്റിറ്റ്യൂഡ്സിനും വർഷത്തിൽ ഒരിക്കൽ ലഭിക്കും. ആർക്കൊക്കെയാണ് കൂടുതൽ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഭാഗങ്ങളിൽ വർഷത്തിൽ ഒരിക്കൽ മിഡ് ഡേ സണ്ണ് എക്സാക്ട്ലി ഓവർ ഹെഡ് ആയിട്ട് വരും. അതിന് മേലെ വരുമ്പോ അതിന് രണ്ടെണ്ണത്തിനും ലാറ്റിറ്റ്യൂഡ്സിനും എല്ലാത്തിനും മാക്സിമം ചൂട് ലഭിക്കുകയും ആ ഒരു സോണിന് പറയുന്ന പേരാണ് എന്ത് മക്കളെ? ടോറിഡ് സോൺ. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? ദ ഹീറ്റ് സോൺസ് ഓഫ് എർത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? എന്താണ് അതിനെ കുറിച്ച് പറഞ്ഞത്? The midday sun is exactly overhead at least once a year on all latitudes. അല്ലെ? എന്തിന്റെ ബിറ്റ്വീൻ ആണ് midday sun വരുന്നത് ഒക്കെ ചെയ്യുന്നത്? Between the Tropic of Cancer and Tropic of Capricorn. അല്ലെ? ദിസ് ഏരിയ അങ്ങനെ സൺ ഓവർഹെഡ് ചെയ്യുമ്പോ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ ലാറ്റിറ്റ്യൂഡ്സിന്റെ ഉള്ളില് ഓവർഹെഡ് ചെയ്യുമ്പോൾ അത്രയും മാക്സിമം ഹീറ്റ് സണ്ണ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിന് പറയുന്ന പേരെന്താ മക്കളെ? ടോറിഡ് സോൺ എന്നാണ്. ടോറിഡ് സോൺ എന്നാണ് അതിന്റെ പറയുന്ന പേര്, ആ ഒരു പ്രോസസ്സിന്റെ പേര്. ഓക്കെ, and there are 3 heat zones of the earth. നമ്മുടെ എർത്തിൽ ഇതുപോലെ 3 ഹീറ്റ് സോൺസ് ഉണ്ട് എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഇതിൽ ഡിഫൈൻ ചെയ്യുന്ന ഈ ഒരു മീനിങ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഏതൊക്കെയാണ് ആ 3 ടൈപ്പ് ഓഫ് ഹീറ്റ് സോൺസ് എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലെ? ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ആ ഒരു ഹീറ്റ് സോൺസ് എന്ന് നോക്കാം. നോർത്ത്, ഓക്കെ, ഇറ്റ് ഈസ് മെയിൻലി ദർ ഇസ് നോർത്ത് ടോറിഡ് സോൺ ഇസ് ദർ, സൗത്ത് ടോറിഡ് സോൺ ഉണ്ട് അല്ലെ? അതുപോലെ തന്നെ നോർത്ത് ഫ്രിജിഡ് സോൺ ഉണ്ട്, നോർത്ത് ടെമ്പറേറ്റ് സോൺ മാർക്ക് ചെയ്തിട്ടുണ്ട്, സൗത്ത് ടെമ്പറേറ്റ് സോൺ ഉണ്ട് അല്ലെ? ഇത് നമ്മൾ ആർട്ടിക് സർക്കിൾ, Antarctic circle. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയാം. ഓക്കെ, the midday sun never shines overhead on any latitude beyond the Tropic of Cancer and Tropic of Capricorn. ഓക്കെ, ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അതുപോലെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ലാതെ വേറെ ഒന്നിലേക്കും എന്ത് ചെയ്യില്ല? സണ്ണ് ഷൈൻ ചെയ്യില്ല. ദ ആംഗിൾ ഓഫ് ദ സൺ റേസ് ഗോസ് ഓൺ ഡിക്രീസിങ് ടുവേർഡ്സ് ദ പോൾസ്. പോൾസിന്റെ അടുത്തേക്ക് വരുമ്പോ ആ ഒരു സണ്ണിന്റെ റേസിന്റെ ഇതില് പ്രകാശത്തിന് കുറവ് വരുന്നു എന്നാണ് പറയുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോ എന്ത് സംഭവിക്കും മക്കളെ? ആസ് സച്ച് the areas bounded by Tropic of Cancer അല്ലെ and Arctic Circle in the northern hemisphere and Tropic of Capricorn and the Antarctic Circle in the southern hemisphere have moderate temperature. These are therefore called as temperate zone. ഏത് ഏരിയാസിൽ മാത്രമാണ് എന്ത് സണ്ണിന്റെ റേസ് എത്തുന്നത്, സൂര്യപ്രകാശം എത്തുന്നത്? ഏരിയാസ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? ആർട്ടിക് സർക്കിൾ ഏരിയാസില്, നോർത്ത് ടെമ്പറേറ്റ് സോണ് അല്ലെ, അതുപോലെ തന്നെ അന്റാർട്ടിക് സർക്കിൾ ഏരിയ, അങ്ങനെയുള്ള ഏരിയാസിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആൻഡ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ആ ഏരിയാസിൽ മാത്രമേ സൂര്യപ്രകാശം, ആ ഏരിയാസിൽ മാത്രമേ സൺറൈസ് ഓവർഹെഡ് ചെയ്യുള്ളൂ. അതിന് പറയുന്ന പേരാണ് എന്ത് മക്കളെ? ടെമ്പറേറ്റ് സോൺസ്. ഓക്കെ, ഇറ്റ് ഈസ് the areas bounded by the Tropic of Cancer and the Antarctic Arctic Circle in the northern hemisphere and the Tropic of Capricorn and the Antarctic Circle in the southern hemisphere have what type of temperature? Moderate temperature. അതിന് പറയുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത് മക്കളെ? എന്താണ് അതിന് പേര്? ടെമ്പറേറ്റ് സോൺസ് എന്നാണ് ആ ഒരു കോൺസെപ്റ്റിന് പറയുന്ന പേര്. ഓക്കെ, പിന്നെ അങ്ങനെയാവുമ്പോ അതിന്റെ വേറെ സൈഡ്സ് എങ്ങനെയായിരിക്കും? എന്ത് കാലാവസ്ഥ, എന്ത് വെതർ ആയിരിക്കും അവിടെ ഉണ്ടാവുക? The areas lying between Arctic Circle and North Pole in the northern hemisphere and Antarctic Circle
and south pole in the southern hemisphere experiences very cold അല്ലെ. ഈ ഏരിയാസ് അപ്പൊ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്തായിരിക്കും? വെരി കോൾഡ് ആയിരിക്കും അവര് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ആവുമ്പോ ഏരിയാസ് ലൈങ് ബിറ്റ്വീൻ ആർട്ടിക് സർക്കിൾ ആൻഡ് നോർത്ത് പോൾ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് Antarctic circle and south pole in the southern hemisphere experiences very cold. നല്ല തണുപ്പ് അനുഭവപ്പെടും അവിടെ അല്ലേ. അത് എന്തുകൊണ്ടാണ് ആ ഒരു ഏരിയാസിൽ മാത്രം തണുപ്പ് അനുഭവപ്പെടാൻ കാരണം എന്ന് നമുക്ക് നോക്കിയാലോ. Okay, it is because here the sun does not rise much above the horizon. ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയാസിൽ ഏതൊക്കെ? ആർട്ടിക് സർക്കിൾ ആൻഡ് നോർത്ത് പോൾ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഏരിയാസിലും ആൻഡ് Antarctic circle and the south pole in the southern hemisphere areasലും നല്ല തണുപ്പ് അനുഭവപ്പെടാൻ കാരണം അവിടെ സൂര്യപ്രകാശം മാത്രം ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നൊരു റീസൺ കൊണ്ടാണ് കേട്ടോ. Therefore, its rays are always slanting and provide less heat. കറക്റ്റ് ആംഗിളിലല്ല അവിടെ സൺറൈസ് പ്രൊവൈഡ് ചെയ്യുന്നത്. കുറച്ച് ചൂട് മാത്രമേ അവിടെ ആ ഏരിയാസ് ലഭിക്കുള്ളൂ. അതുകൊണ്ടാണ് അവിടെ കോൾഡ് വെതർ അനുഭവപ്പെടുന്നത്. Therefore, it is called as frigid zones. നമ്മള് ഗ്ലോബിൽ കണ്ടതാണ് നോർത്ത് ഫ്രിജിഡ് സോൺ, സൗത്ത് ഫ്രിജിഡ് സോൺ ഒക്കെ അല്ലെ. അപ്പൊ ആ ഒരു ഏരിയനെ നമ്മൾ പറയുന്നത് ഫ്രിജിഡ് സോൺസ് എന്നാണ്. ഫ്രിജിഡ് സോൺസിൽ ഉൾപ്പെടുന്ന ഏരിയാസ് ഏതൊക്കെയാ മക്കളെ? അവിടെ എന്ന് വെച്ചാല് സൺ ഡസ് നോട്ട് റൈസ് മച്ച്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ് ലെസ് ഹീറ്റ് ടു. ആ ഒരു ഏരിയനെ പറയുന്ന പേരാണ് എന്ത് മക്കളെ? ഫ്രിജിഡ് സോൺ. ഫ്രിജിഡ് സോൺ ഏരിയാസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഏരിയാസ് ആണ് അതിൽ ഉൾപ്പെടുക? ദ ഏരിയാസ് ദാറ്റ് ലൈൻ ബിറ്റ്വീൻ ആർട്ടിക് സർക്കിൾ and north pole in the northern hemisphere and next the Antarctic circle and south pole in the southern hemisphere experience very cold. It is called as frigid zone because there the sun does not rise much and the sun also provides less heat to that area is called as what? ആ ഒരു ഏരിയക്ക് പറയുന്ന പേരെന്താ മക്കളെ? It is called as frigid zone. Okay. ഇനി നമ്മൾ ലാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു അല്ലെ. മനസ്സിലായില്ലേ മക്കൾക്ക്? ഇനി നമ്മൾ ഏത് കോൺസെപ്റ്റിലേക്കാ പോകുന്നത് എന്നറിയോ? ഇറ്റ് ഈസ് അബൌട്ട് ലോഞ്ചിറ്റ്യൂഡ്. ലോഞ്ചിറ്റ്യൂഡിനെ കുറിച്ചാണ് കേട്ടോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ആർ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് നോക്കാം. ഓക്കെ ഓക്കെ ഇപ്പോ ഫസ്റ്റ് പോയിന്റ് നോക്കാം. ടു ഫിക്സ് ദ പൊസിഷൻ ഓഫ് എ പ്ലേസ്. ഒരു സ്ഥലത്തിന്റെ പൊസിഷൻ കറക്റ്റ് അത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്നറിയണമെങ്കിൽ we should know more than the latitude of that places. ലാറ്റിറ്റ്യൂഡിനെ കുറിച്ച് മാത്രം അറിയാതെ നമുക്ക് കൂടുതൽ അറിയണം. ആ ഒരു സ്ഥലം എവിടെയാണ് പൊസിഷൻ ചെയ്തത് എന്ന് അറിയണം അല്ലെ. You can see for example the Tonga Islands in the Pacific Ocean and Mauritius Islands in the Indian Ocean are situated on the same latitude 20 degrees south. ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ടോങ്ക ഐലൻഡ്സ് എന്ന് പറയുന്ന പസഫിക് ഓഷ്യനിലെ ഐലൻഡ് ആണ് ടോങ്ക ഐലൻഡ്സ്. ഇന്ത്യൻ ഓഷ്യനിലെ ഐലൻഡ് ആണ് മൗറിറ്റസ് ഐലൻഡ്. ആ രണ്ട് ഐലൻഡും സെയിം ലാറ്റിറ്റ്യൂഡ് 20 ഡിഗ്രി സൗത്തിലാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഈ ഒരു ഇതിനെ ലാറ്റിറ്റ്യൂഡ് ബേസിൽ അത് നമ്മൾ നോക്കി. ഇനി ഇതിനെ നമ്മൾ in order to locate them precisely we must find out how far east or west these places are from on the given line of reference racing from നോർത്ത് പോൾ ടു സൗത്ത് പോൾ. ഇനി നമ്മൾ അറിയേണ്ടത് ഈ രണ്ട് തമ്മിൽ എത്ര ദൂരമുണ്ട്, ഈ ഐലൻഡ്സ് തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് നമുക്ക് അറിയണം. വെസ്റ്റ് ടു ഈസ്റ്റ് ഓർ നോർത്ത് ടു സൗത്ത് പോൾ അല്ലെ, നമുക്ക് അറിയണ്ടേ. ഓക്കെ, ഈ ഒരു ലൈൻസ് ഓഫ് റെഫറൻസ് ലോഞ്ചിറ്റ്യൂഡിൽ പറയുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് റെഫറൻസിന്റെ പേരെന്താണ് മക്കളെ? ദി മെറിഡിയൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്നാണ് ഇതിന്റെ പേര് അല്ലെ. കറക്റ്റ് നമുക്ക് ഇങ്ങനെ 20 ഡിഗ്രി സൗത്തിലാണ് ഈ രണ്ട് ഐലൻഡ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷേ വെസ്റ്റ് ടു ഈസ്റ്റ് ഇതിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? ഹൗ ലോങ് ഇറ്റ് ഈസ് ദ ഹൗ ലോങ് ഫാർ ദ ടു
ഐലൻഡ്സ് അല്ലെ. എന്ത് നമ്മൾ അറിയണമെങ്കിൽ അത് ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ നമ്മൾ എന്ത് റെഫറൻസ് ചെയ്യണം, ഏത് ലൈൻസ് റെഫറൻസ് ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് ദ മെറിഡിയൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്. The distance between them are measured in degrees of longitude. ഇങ്ങനെ ഈ രണ്ട് സ്ഥലങ്ങൾ ഐലൻഡ്സ് തമ്മിലുള്ള ഡിഫറൻസ് അറിയണമെങ്കിൽ നമ്മൾ എന്തിന് ബേസ്ഡ് അപ്പ് മെഷർ ചെയ്യണം? ഇൻ ഡിഗ്രീസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിൽ നമ്മൾ മെഷർ അപ്പ് ചെയ്യണം. ഓക്കെ, each degree of longitude is further divided into minutes അല്ലെ. ഇങ്ങനെയുള്ള ഡിഗ്രി ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് പിന്നെയും അത് മിനിറ്റ്സിലേക്ക് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. മിനിറ്റ്സിൽ നിന്ന് സെക്കൻഡിലേക്കും പോകുന്നു അല്ലെ. അതാണ് മെയിൻലി എന്താണ് നമ്മൾ അതിന്റെ ദൂരം കണക്കാക്കുന്നത് അല്ലെ. വെസ്റ്റിലാണോ ഈസ്റ്റിലാണോ സിറ്റുവേറ്റ് ചെയ്യുന്നത്, നോർത്ത് സൈഡിലാണോ സൗത്ത് സൈഡിലാണോ അല്ലെ. അങ്ങനെ അത് നമ്മൾ മെറീഡിയൻ ബേസിസിലാണ് നമ്മൾ നോക്കാറ്. അപ്പൊ ഈച്ച് ഡിഗ്രി ഓഫ് ലോഞ്ചിറ്റ്യൂഡ് നമ്മൾ മിനിറ്റ്സ് ബേസിസിലും സെക്കൻഡ് ബേസിസിലും നോക്കാറുണ്ട് എന്നും പറയുന്നു. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിക്കേ. ഈ ലോഞ്ചിറ്റ്യൂഡ്, ഈ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഇതെന്ന് പറയുന്നത് they are semi circles and the distance between them decreases steadily polewards എന്ന് പറയുന്നത് സെമി സർക്കിൾ ആയിട്ടാണ് ലോഞ്ചിറ്റ്യൂഡ്. നമ്മൾ ഫസ്റ്റത്തെ ഇതിൽ കണ്ടതാണ് അല്ലെ. ലോഞ്ചിറ്റ്യൂഡ് സർക്കിൾസ് എന്ന സെമി സർക്കിൾസ് അത് റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ച് എന്താണ് ഡിക്രീസ് ചെയ്യും എന്നാണ് ഡിസ്റ്റൻസ്. അവയെ തമ്മിലുള്ള വെസ്റ്റും ഈസ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, until it becomes zero at the poles അല്ലെ, where all the meridians meet. ഓക്കെ, അപ്പൊ എന്താണ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ സെമി സർക്കിൾസ് ആണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, അവർ തമ്മിലുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. പോൾവേർഡ്സ് നോക്കുമ്പോൾ ഇറ്റ് ബിക്കം സീറോ അറ്റ് ദ പോൾസ്, പോൾസിൽ എത്തുമ്പോൾ സീറോ ആവും. വേർ ഓൾ ദ മെറിഡിയൻസ് മീറ്റ് ചെയ്യുന്നത് അവിടെയാണ് അല്ലെ. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. അൺലൈക്ക് പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്, ഇവിടെ വരുന്ന വ്യത്യാസം എന്താന്ന് വെച്ചാല് അല്ലെ, ഓൾ മെറിഡിയൻസ് ആർ ഓഫ് ഈക്വൽ ലെങ്ത്. പാരലൽസിൽ അല്ലെ മറ്റേ ലാറ്റിറ്റ്യൂഡ്സിൽ ഒന്നും ഈക്വൽ ആയിട്ടുള്ള രീതിയിലല്ല വന്നത് അല്ലെ സർക്കിൾസ്. പക്ഷെ ഇവിടെയോ എല്ലാ മെറിഡിയൻസും ഈക്വൽ ലെങ്തിലാണ് എന്നാണ് കേട്ടോ പറയുന്നത്. Thus it was difficult to number the meridians അല്ലെ. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഈ മെറിഡിയൻസ് അളക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പറയല്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ മക്കള്. ഹിൻസ് ഓൾ കൺട്രീസ് ഡിസൈഡഡ് ദാറ്റ് ദി കൗണ്ട് അല്ലെ, ദി കൗണ്ട് ഷുഡ് ബിഗിൻ ഫ്രം മെറിഡിയൻ എന്ന് പറഞ്ഞാൽ എല്ലാ കൺട്രീസും അതുപോലെ തന്നെ ഡിസൈഡ് ചെയ്തു എല്ലാ കൗണ്ടും ചെയ്യേണ്ടത് എവിടെ തുടങ്ങിയിട്ടാണ്? മെറിഡിയനിൽ തുടങ്ങിയിട്ടാണ്. വിച്ച് പാസ് ത്രൂ ഏതൊക്കെ ഇത് പാസിങ്? ഗ്രീൻവിച്ച്, where the British Royal Observatory located. എല്ലാ ഇന്ത്യൻ കൺട്രീസിന്റെ ഇതൊക്കെ നോക്കുന്നത് എവിടെ തുടങ്ങിയിട്ടാണ്? മെറിഡിയൻസ് തുടങ്ങിയിട്ടാണ്. മെറിഡിയൻസ് എന്തിലൂടെയൊക്കെ പാസ് ചെയ്യും? ഗ്രീൻവിച്ചിലൂടെ പാസ് ചെയ്യുന്നു. അവിടെയാണ് നമ്മൾ ബ്രിട്ടീഷ് റോയൽ ഒബ്സർവേറ്ററി ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ സ്ഥലത്തിന്റെയും കണ്ടെത്തുന്നത്. ദിസ് മെറിഡിയൻ is called as prime meridian. ഈ ഒരു അങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ലൊക്കേറ്റ് ചെയ്യുന്നു. മെറിഡിയനിൽ തുടങ്ങി, മെറിഡിയൻ ലൈൻ തുടങ്ങി നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ലൊക്കേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് ലോഞ്ചിറ്റ്യൂഡിന്റെ പണിയാണ്. ഓക്കെ, ആ ഒരു മെറിഡിയൻ ലൈന് പറയുന്ന പേര്, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്യിപ്പിക്കുന്ന ഈ ഒരു മെറിഡിയന് പറയുന്ന പേരെന്താണ് മക്കളെ? ഇറ്റ് ഈസ് പ്രൈം മെറിഡിയൻ എന്നാണ് കേട്ടോ അതിന്റെ പേര്. ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്രൈം മെറിഡിയൻ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കിക്കേ മക്കളെ. അപ്പൊ അതിന് വാല്യൂ എന്ന് പറയാം. പ്രൈം മെറിഡിയന്റെ വാല്യൂ എത്രയാണ് മക്കളെ? ഇറ്റ്സ് വാല്യൂ ഇസ് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ്. From it we count 180 degree eastward as well as 180 degree westward. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിൽ നമ്മൾ എങ്ങനെയാ നോക്കുന്നത്? ഈസ്റ്റും വെസ്റ്റും ആയിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ നോക്കൂലേ. പിന്നെ അത് എങ്ങനെയാണ് കൗണ്ട് ചെയ്യുക? 180 ഡിഗ്രി ഈസ്റ്റ് വേർഡും 180 ഡിഗ്രി സൗത്ത് അല്ലെ വെസ്റ്റ് വേർഡും ആണ് നമ്മൾ നോക്കുന്നത്. നോർത്തും സൗത്തും ഒക്കെ ഏതിലാണ്? നമ്മൾ ലാറ്റിറ്റ്യൂഡ്സിലാണ്. ഇക്വേറ്റർ അല്ലെ, ഇക്വേറ്ററും പോൾസും തമ്മിലുള്ള അതൊക്കെ ഡിഫറൻസ് ഒക്കെ പറഞ്ഞ പാരലൽ സർക്കിൾസിന്റെ ഫോർമേഷൻ ഒക്കെ നമ്മൾ ലാറ്റിറ്റ്യൂഡ്സിലാണ് പറഞ്ഞത്. ലോഞ്ചിറ്റ്യൂഡിൽ വരുമ്പോൾ നമ്മൾ മെറിഡിയൻ പറഞ്ഞു. മെറിഡിയൻ തുടങ്ങിയിട്ടാണ് നമ്മൾ കൺട്രീസിന്റെ ലൊക്കേഷൻ നമ്മൾ പൊസിഷൻ ചെയ്യുന്നത്, കൗണ്ട് ചെയ്യുന്നത്. അങ്ങനെ പറയുന്ന മെറിഡിയന്റെ പേര് പ്രൈം മെറിഡിയൻ എന്നാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ
പിന്നെ നമ്മൾ പറഞ്ഞത് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ അതിന്റെ വാല്യൂ ഇല്ലേ തുടങ്ങിയിട്ട് അത് എങ്ങനെയാണ് കൗണ്ട് ചെയ്യുക ഓരോ സ്ഥലങ്ങളെയും പൊസിഷൻ ചെയ്യുന്നത് 180 ഡിഗ്രി ഈസ്റ്റ് വേർഡ് റൊട്ടേറ്റ് ചെയ്യുന്നു 180 ഡിഗ്രി വെസ്റ്റ് വേർഡും. ഓക്കെ, the prime meridian and 180 degree meridian divide the earth into 2 equal halves. ഇങ്ങനെയുള്ള രണ്ട് ടൈപ്പ് ഓഫ് മെറീഡിയൻ, പ്രൈം മെറീഡിയൻ ഉണ്ട്, 180 ഡിഗ്രി മെറീഡിയൻ ഉണ്ട് അല്ലെ. അപ്പോ ആ ഒരു പ്രൈം മെറീഡിയൻ എന്ന് പറയുന്നത് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ്. മറ്റേ മെറീഡിയൻ എന്ന് പറയുന്നത് 180 ഡിഗ്രി ഈസ്റ്റ് വേർഡ് 180 ഡിഗ്രി വെസ്റ്റ് വേർഡിലുള്ള മെറീഡിയനും നമ്മുടെ ഭൂമിയുടെ രണ്ട് ഹാഫ്സ് ആക്കി മാറ്റി ഡിവൈഡ് ചെയ്തു, 2 ഈക്വൽ ഹാഫ്സ് ആക്കി. അതിന് പറയുന്ന പേരാണ് എന്ത്, ലോഞ്ചിറ്റ്യൂഡ് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ് മക്കള് നോക്കിക്കേ. Therefore, the longitude of a place is followed by the letter E for the east and west, W for the west എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു സ്ഥലത്തിന്റെ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസും അതുപോലെ തന്നെ സ്ഥലത്തിന് ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സ്ഥലത്തിന്റെ പേരിന്റെ കൂടെ എന്തുണ്ടാവും, ആ ഒരു ഡിഗ്രീന്റെ കൂടെ ലെറ്റർ ഉണ്ടാവും. E ഫോർ ദി ഈസ്റ്റ് എന്നായിരിക്കും, അല്ലെങ്കിൽ W ഫോർ ദി വെസ്റ്റ് എന്നായിരിക്കും പറയാം. E അല്ലെങ്കിൽ W എന്നൊരു ഇതും ഉണ്ടാവും ആ ലോഞ്ചിറ്റ്യൂഡിന്റെ അതിന്റെ കൂടെ തന്നെ. ഇപ്പൊ 23 ഡിഗ്രി നോർത്ത് അങ്ങനെ പറയും, ഈസ്റ്റ് വെസ്റ്റ് അങ്ങനെയൊക്കെ പറയും. ഓക്കെ, ആ ഒരു പ്ലേസിന്റെ കൂടെ, ആ പ്ലേസിന്റെ നെയിമിന്റെ കൂടെ E എന്നോ W എന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഓർ വെസ്റ്റ് സൈഡിലാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. It is however interesting to note that 180 degree east and 180 degree west meridians are on the same line. അപ്പൊ എന്താണ് ഒരു പ്രധാനപ്പെട്ട മക്കൾക്ക് മനസ്സിലാവേണ്ടത്, നമ്മളെ 180 ഡിഗ്രി ഈസ്റ്റ് സൈഡും 180 ഡിഗ്രി വെസ്റ്റ് മെറീഡിയനും ലൊക്കേറ്റ് ചെയ്യുന്നത് ഒരേ ലൈനിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ഓക്കെ, ഇങ്ങനെ ഈ ലോഞ്ചിറ്റ്യൂഡും ടൈമും തമ്മിൽ നല്ല രീതിയിൽ എന്തുണ്ട്, കണക്ഷൻ ഉണ്ട്. എങ്ങനെയാന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ മക്കള്. അങ്ങനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ടൈം കണക്കാക്കുക, മെഷർ ചെയ്യുക? ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ മൂവ്മെന്റ് ഓഫ് ദി എർത്ത്, മൂൺ ആൻഡ് പ്ലാനറ്റ്സ് അല്ലെ. എന്തിന്റെയൊക്കെ മീൻസ് ഫംഗ്ഷന്റെ ബേസിസിലാണ് നമ്മുടെ സമയം നമ്മൾ മെഷർ ചെയ്യുക? എന്തിന്റെയൊക്കെയാ മക്കള് പറഞ്ഞ? ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ മൂവ്മെന്റ് ഓഫ് ദി എർത്ത്, ദ മൂൺ ആൻഡ് ദ പ്ലാനറ്റ്സ് അല്ലെ. സെക്കൻഡ് വൺ നോക്കിക്കേ, ആ പ്രോസസ്സിനെ കുറിച്ച് നോക്കാം. ദ സൺ റെഗുലർലി റൈസസ് ആൻഡ് സെറ്റ്സ് എവറി ഡേ അല്ലെ. സൂര്യൻ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഉദിക്കുകയും എല്ലാ വൈകുന്നേരങ്ങളിൽ അസ്തമിക്കുകയും ചെയ്യുന്നില്ലേ അല്ലെ. നാച്ചുറലി ആയിട്ട് നടക്കുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് എ ബെസ്റ്റ് ടൈം കീപ്പർ ത്രൂ ഔട്ട് ദി വേൾഡ് അല്ലെ. എല്ലാത്തിനും ഓരോ സമയത്തിന് കണക്കാക്കി ഇങ്ങനെ സണ്ണ് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ടൈം മെഷർ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അങ്ങനെ നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ സിറ്റിയിലുള്ള ലോക്കൽ ടൈം മെഷർ ചെയ്യുന്നത് അങ്ങനെയാണ്, അക്കോർഡിംഗ് ടു ദ ഷാഡോ കാസ്റ്റ് ബൈ ദ സൺ അല്ലെ, which is the shortest at noon and longest at sunrise and sunset അല്ലെ. എന്ന് പറയുമ്പോൾ പകൽ എന്ന് പറയുമ്പോൾ അത്ര ഷോർട്ട് ആയിരിക്കും, പക്ഷെ കൂടുതൽ എന്താ ഉള്ളത് അല്ലെ, വിച്ച് ഇസ് ദ ഷോർട്ടസ്റ്റ് അറ്റ് നൂൺ അല്ലെ. എന്ന് വെച്ചാൽ പകൽ സമയത്ത് അല്ലെ, ഉച്ച സമയത്ത് അത് കുറവായിരിക്കും അല്ലെ. അതുപോലത്തെ ഉച്ച സമയത്ത് എന്താണ് സൂര്യപ്രകാശം കുറയുകയും കൂടുതൽ അത് സൂര്യനെ ഉദിക്കുമ്പോഴും സൂര്യാസ്തമയത്തുമാണ് നമുക്ക് കാണാറ് സൺറൈസിന്റെ. അപ്പൊ അതിന് ബേസ്ഡ് അപ്പ് ആയിട്ടാണ് നമ്മൾ ടൈം മെഷർ ചെയ്യുന്നത് കേട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, ഓക്കെ, ഇനി എങ്ങനെയാണ് ഓരോ സ്ഥലത്ത് പകലും രാത്രിയും ഒക്കെ നിശ്ചയിക്കപ്പെടുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, when the prime meridian of Greenwich, അപ്പൊ ഗ്രീൻവിച്ച് എന്ന സിറ്റീനെ ബേസ്ഡ് അപ്പ് ആയിട്ടാ പറയുന്നത്. നമ്മുടെ പ്രൈം മെറീഡിയനിലെ അത് ഗ്രീൻവിച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ആ ഒരു ടൈമിൽ ഹാസ് ദ സൺ അറ്റ് ദ ഹൈയസ്റ്റ് പോയിന്റ് ഇൻ ദ സ്കൈ. അപ്പോ ദ പ്രൈം മെറീഡിയൻ ഓഫ് ഗ്രീൻവിച്ച് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആ സൂര്യൻ എന്താണ് സ്കൈയിൽ നല്ല രീതിയിൽ പ്രകാശിച്ച് നിൽക്കുന്നുണ്ട്. ഓൾ ദ പ്ലേസസ് along this meridian will have midday or noon. അങ്ങനെ സണ്ണ് ഈ സിറ്റിന്റെ ഹെഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, പകലായിരിക്കാം, മിഡ് ഡേ ഓർ നൂൺ ആയിരിക്കാം അല്ലെ. അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ.
ആസ് ദി എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്, നമ്മുടെ ഭൂമി വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോ ദോസ് പ്ലേസസ് ഈസ്റ്റ് ഓഫ് ഗ്രീൻവിച്ച് വിൽ ബി അഹെഡ് ഓഫ് ഗ്രീൻവിച്ച് ടൈം അല്ലേ? അപ്പോ എന്താണ് ആ ഒരു പ്ലേസസ് ഈസ്റ്റ് ഓഫ് ഗ്രീൻവിച്ച് എന്ന് പറയുന്ന പ്ലേസസിന്റെ ടൈമും എന്തായിരിക്കും? വ്യത്യാസം ഉണ്ടാവും അല്ലെ? as the earth rotates from west to east, those places east of Greenwich will be ahead of Greenwich time അല്ലെ? and those to the west will be behind it. അങ്ങനെയാണ് അല്ലെ? ഗ്രീൻവിച്ച് ടൈമിനെക്കാട്ട് കുറച്ച് കൂടുതലായിരിക്കും അവിടെ, പിന്നെ അതിന്റെ പുറകിലായിരിക്കും എന്ത് വെസ്റ്റ് സൈഡ് ടൈമിങ് വരിക എന്നാണ് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഇങ്ങനെ പല സൈഡ് നോക്കുമ്പോൾ, നോർത്തേൺ സൈഡ് നോക്കുമ്പോൾ, വെസ്റ്റേൺ സൈഡ് നോക്കുമ്പോൾ ഡിഫറെന്റ് ടൈം ആണ് ഉണ്ടാവുക. ഓക്കെ, the rate of difference can be calculated as follows. ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, the earth rotates 360 degree in about 24 hours അല്ലെ? 24 മണിക്കൂറും എത്രയാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ഡിഗ്രി? നമ്മൾ 360 ഡിഗ്രി എന്ന് പറയും അല്ലെ? ഇത് മീൻ ചെയ്യുന്ന എന്താണ്? 50 ഡിഗ്രി an hour or 1 degree in 4 minutes എന്നാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ മക്കള്. അപ്പോ when it is 12 noon at Greenwich അല്ലെ, 12 മണി ഉച്ചയാണ് ഗ്രീൻവിച്ചിലെങ്കിൽ അത് ടൈം എങ്ങനെയാണ് കണക്കാക്കുക? 50 ഡിഗ്രി ഈസ്റ്റ് ഓഫ് ഗ്രീൻവിച്ച് വിൽ ബി 154 is equal to 64 minutes. ഓക്കെ, ആൻഡ് the 1 hour ahead of Greenwich time എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ 1 മണിയായിരിക്കും ടൈം. അങ്ങനെയാണ്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. ബട്ട് അറ്റ് 50 ഡിഗ്രി വെസ്റ്റ് ഓഫ് ഗ്രീൻവിച്ച് ദ ടൈം വിൽ ബി ബിഹൈൻഡ് ഗ്രീൻവിച്ച് ടൈം ബൈ 1 hour. അപ്പൊ 50 ഡിഗ്രി വെസ്റ്റ് സൈഡ് നോക്കുമ്പോൾ അതിലും കുറവായിരിക്കാം മറ്റേ സൈഡില്. ഏത് സൈഡില്? വെസ്റ്റ് സൈഡിൽ. ഈസ്റ്റ് സൈഡിൽ നമ്മൾ 12 മണി 1 മണി എന്നൊക്കെ പറയും പോലെ വെസ്റ്റ് സൈഡിലായാലും കുറയും, 1 മണിക്കൂർ കുറയും 50 ഡിഗ്രി വെസ്റ്റ് എന്ന് പറയുമ്പോൾ. അപ്പൊ എത്രയായിരിക്കും? 11 മണി. ഓക്കെ, സിമിലർലി എങ്ങനെയാണ് 180 ഡിഗ്രിയിലും ഇതുപോലെ അല്ലെ? ഇറ്റ് വിൽ ബി മിഡ് നൈറ്റ് വെൻ ഇറ്റ് ഈസ് 12 noon അറ്റ് ഗ്രീൻവിച്ച്. ഇപ്പൊ ഗ്രീൻവിച്ചിൽ 12 noon ആണെങ്കിൽ എന്തായിരിക്കും? ഇപ്പൊ 180 ഡിഗ്രിയിലും എങ്ങനെയായിരിക്കും? മിഡ് നൈറ്റ് ആയിരിക്കാം. ഗ്രീൻവിച്ചില് 12 മണി noon ടൈം ആയിരിക്കും. ഓക്കെ, okay, at any place a watch can be adjusted to read 12 o'clock when the sun is at the highest point in the sky when it is midday അല്ലെ? അങ്ങനെയാണ് ഓരോ ടൈം ഇതിലും നമ്മൾ എന്ത് ചെയ്യുന്നത്? ടൈമിന്റെ ഇത് മനസ്സിലാക്കുന്നത്. ഓക്കെ, the time shown by such a watch will give the local time for that place. ഇങ്ങനെ മെറീഡിയൻ ബേസിസിൽ ഇങ്ങനെയാണ് നമ്മൾ ടൈമിങ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. എങ്ങനെയാണ് ടൈമിങ്ങിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയാം. അത്ര റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മക്കൾ പഠിച്ചാൽ മതി. ഓക്കെ, ഈ ഒരു സ്ലൈഡിൽ ഇനി പറയാൻ പോകുന്ന സ്ലൈഡിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് ടെൻഷൻ ഒന്നും വേണ്ട. ഓക്കെ, why do we have standard time? എങ്ങനെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടൈം എല്ലാ കൺട്രീസിലും വന്നു എന്ന് നമുക്ക് നോക്കിയാലോ? ഓക്കെ, എന്ന് വെച്ചാല് ഓരോ പ്ലേസസും ലൊക്കേറ്റ് ചെയ്യുന്നത് ഓരോ മെറീഡിയൻസിലാണ്, ഡിഫറെന്റ് മെറീഡിയൻസിലാണ്. അപ്പൊ ടൈം വ്യത്യാസം ഉണ്ടാവും അല്ലെ? Okay, the local time of places which are on different meridians are bound to differ അല്ലെ? എല്ലാ സ്ഥലത്തും എന്തായിരിക്കില്ല? ഒരേ ടൈമിംഗ് ആയിരിക്കില്ല. പല മെറീഡിയൻസിലും പല ടൈം ആയിരിക്കും അല്ലെ? ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ it will be difficult to prepare a timetable for the trains which cross several longitude. പല ലോഞ്ചിറ്റ്യൂഡിലുള്ള കൺട്രീസിന്റെയും ട്രെയിനിന്റെ ടൈം ടേബിൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെ? എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ രാത്രി ഉള്ളപ്പോ അവിടെ പകലാവാം അല്ലെ? ആ ഡിഫറൻസും ഉണ്ട്. For India, for example, in India, for instance, there will be a difference of about 1 hour and 45 minutes in the local time of Dwaraka in Gujarat and Dibrugarh in Assam. For example, 1 മണിക്കൂർ 45 മിനിറ്റ് ഡിഫറൻസ് ഉണ്ട് ഗുജറാത്തിലെയും അതുപോലെ തന്നെ ആസാമിലെയും ഉള്ള ടൈം ഡിഫറൻസ് വെച്ച് നോക്കുമ്പോൾ എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ,
അങ്ങനെ ഇന്ത്യന്റെ അകത്ത് തന്നെ പല സ്റ്റേറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ടൈം ഡിഫറൻസ് ഉണ്ട് മെയിൻലി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു പ്രിപ്പയർ ട്രെയിൻ ടൈം ടേബിൾ ഫോർ ഡിഫറെന്റ് ലോജിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അതാണ് പല മെറീഡിയൻസിൽ ലൊക്കേറ്റ് ചെയ്യുന്ന സിറ്റീസ് ആണ് അല്ലേ. അപ്പൊ അവിടെ ടൈം ഡിഫറൻസ് വിൽ ബി ദർ. ഓക്കെ, നെക്സ്റ്റ് വൺ. അങ്ങനെ it is therefore necessary to adopt the local time of some central meridian of a country as the standard time for the country. അപ്പൊ നമ്മൾ എന്തിനാക്കണം, എന്ത് അഡോപ്റ്റ് ചെയ്യേണ്ടി വരും? ഇങ്ങനെയുള്ള സെൻട്രൽ മെറീഡിയന്റെ ലോക്കൽ ടൈം അഡോപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കൺട്രീസിന്റെ സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ലൊക്കേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഫോർ ഇന്ത്യ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇന്ത്യ ലൊക്കേഷൻ വരുമ്പോൾ 82 ഡിഗ്രി ഈസ്റ്റ് സൈഡ് ആണ്. ട്രീറ്റഡ് ആസ് സ്റ്റാൻഡേർഡ് മെറീഡിയൻ 82 ഡിഗ്രി 30 ഫാരൻഹൈറ്റ് ഈസ്റ്റ് സൈഡ്. അത് ആ ഒരു ഇതിലാണ് അതിന്റെ സ്റ്റാൻഡേർഡ് ടൈം വരിക. ഓക്കെ ഓക്കെ and the local time at this meridian is taken as the standard time for the whole country. ഇങ്ങനെ ഈ ലോക്കൽ ടൈം ഓഫ് മെറീഡിയൻ ബേസിസിലാണ് ആ കൺട്രീന്റെ മുഴുവനായിട്ടുള്ള സിറ്റീസിന്റെ സ്റ്റാൻഡേർഡ് ടൈം ബേസ്ഡ് അപ്പോൺ ദിസ് ലോക്കൽ ടൈം അറ്റ് ദിസ് മെറീഡിയൻ. അതിന് പറയുന്ന പേരാണ് ഇറ്റ് ഈസ് നോൺ ആസ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഈ ഒരു മെറീഡിയൻ ബേസിസിലുള്ള ലോക്കൽ ടൈം ആയിരിക്കും നമ്മുടെ ഇന്ത്യന്റെ സ്റ്റാൻഡേർഡ് ടൈം ആയിട്ട് വരിക കൺട്രി ത്രൂ ഔട്ട് അവർ കൺട്രി. ഓക്കെ, അതിന് പറയുന്ന പേരാണ് എന്ത് മക്കളെ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്തരം കാര്യങ്ങളാണ് ബേസ്ഡ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പൊ എന്തൊക്കെയാണെന്ന് മക്കൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഓടിച്ചു പോവാം. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡ്സിന്റെ പറഞ്ഞു, ലാറ്റിറ്റ്യൂഡ്സിന്റെ പറഞ്ഞു, കൺഫ്യൂഷൻ ആവാം അല്ലേ, ബട്ട് ഇറ്റ്സ് വെരി ഈസി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ലാറ്റിറ്റ്യൂഡ്സിന്റെ കാര്യം പറഞ്ഞപ്പോ നോർത്ത് പോള്, സൗത്ത് പോള്, ഇക്വേറ്റർ ബേസിസിൽ അല്ലെ, ഇതാണ് നമ്മൾ ഇക്വേറ്റർ അല്ലെ, ഇതാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഈ പാരലൽ സർക്കിൾസ് ഒക്കെ ലാറ്റിറ്റ്യൂഡ് ആണ്. നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്, ഇക്വേറ്റർ. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ഈ ഒരു സൈഡ് പ്രൈം മെറീഡിയൻ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ കണക്കാക്കുന്നത് ലോഞ്ചിറ്റ്യൂഡ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ നമ്മൾ ബേസ്ഡ് അപ്പ് ആയിട്ടാണ് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡിനെ കുറിച്ചേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ അല്ലേ. അപ്പൊ നമ്മൾ ഗ്ലോബ്സ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഇതിൽ കിട്ടുന്ന മാർക്കറ്റിൽ കിട്ടുന്ന ഗ്ലോബ് എന്ന് പറയുന്നത് അല്ലെ പല സൈസിൽ നമുക്ക് ഉണ്ടാവും. ബിഗ് സൈസിൽ ഉണ്ടാവും, സ്മോൾ സൈസിൽ ഉണ്ടാവും. പക്ഷെ ബിഗ് സൈസിലുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാൻഡിൽ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ സ്മോൾ പോക്കറ്റ് ഗ്ലോബ്സ് ഉണ്ടാവും. അത് വളരെ വെരി ഈസി ടു ഹാൻഡിൽ അല്ലെ. അപ്പൊ അതിനെ കുറിച്ചാണ് ഈ ഒരു സ്ലൈഡിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. പിന്നെ ഗ്ലോബ് എന്താണ്, ഗ്ലോബ് ഇസ് നോട്ട് ഫിക്സഡ് അല്ലെ, ഒരു ഫിക്സഡ് അല്ല. പക്ഷെ അതിനെന്തുണ്ട്, ഒരു എന്താണ്, ഒരു പോട്ടേഴ്സ് വീല് പോലെ അത് കറങ്ങിക്കൊണ്ടിരിക്കും. അത് എന്തിന്റെയോ ഇതില് സഹായത്താലാണ് കറങ്ങുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഗ്ലോബില് എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഇറ്റ് ഇസ് മെയിൻലി കോണ്ടിനെന്റ്സ് ഉണ്ട്, ഓഷ്യൻസ് ഉണ്ട് അല്ലെ. കോണ്ടിനെന്റ്സ് ആർ മാർക്ഡ് അല്ലെ, ഓഷ്യൻസ് ഉണ്ട് അല്ലെ, കൺട്രീസ് ഒക്കെ മാർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പോ ഈ ഗ്ലോബിന് ഒരു നീഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതിന് കറക്റ്റ് റൊട്ടേഷന് വേണ്ടിയിട്ട് അല്ലെ. ഇറ്റ് ഇസ് ബിറ്റ്വീൻ ദ പോൾസ് അല്ലെ. എ നീഡിൽ ഇസ് ഫിക്സ്ഡ് ടു ദ ഗ്ലോബ് ഇൻ എ ടിൽറ്റഡ് മാനർ. ഇറ്റ് ഇസ് കോൾഡ് ആസ് വാട്ട്, ആക്സിസ് എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ ഈ ഒരു ഗ്ലോബിന് 2 പോയിന്റ്സിലായിട്ടാണ് ഈ നീഡിൽ കുത്തി വെക്കുന്നത് അല്ലെ, ഗ്ലോബിന്റെ ഉള്ളിൽ കൂടെ. ഏതിന്റെ പോൾസ്, 2 പോൾസിന്റെ ഉള്ളിലാണ്. ആ പോൾസിന്റെ പേരെന്താ മക്കളെ, മക്കള് പറഞ്ഞേ. ആ 2 points on the globe through which the needle passes are 2 poles. ആ പോൾസിന്റെ പേരാണ് എന്തൊക്കെ പറഞ്ഞേ മക്കൾ പറഞ്ഞേ. ഇറ്റ് ഇസ് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, അങ്ങനെ ഗ്ലോബ് മൂവ് ചെയ്യുന്നു ഈ നീഡിൽ കൂടെ വെസ്റ്റ് ടു ഈസ്റ്റിലേക്ക്. പക്ഷെ നമ്മുടെ റിയൽ എർത്തിന് ഇങ്ങനെ ഒരു ഗ്ലോബിൽ നമ്മുടെ എർത്തിന്റെ തന്നെ കാര്യങ്ങൾ തന്നെയാ പറയുന്നേ. പക്ഷേ ഈ ഒരു നമ്മുടെ ശരിക്കുള്ള ഭൂമിക്ക് ഇത്ര നീഡിലുണ്ടോ, ഇല്ല അല്ലേ. നമ്മുടെ എർത്ത് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ഇമാജിനറി ലൈനിലാണ്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ഓക്കെ, ഇറ്റ് ഇസ് ദ ഇമാജിനറി ലൈൻ റണ്ണിങ് ഓൺ ദ ഗ്ലോബ്. ഇങ്ങനെ ഒരു ഇമാജിനറി ലൈന് ഗ്ലോബിന്റെ ഈ പാർട്ടിലൂടെ
റൺ ചെയ്യുന്നുണ്ട്. അതിന് പറയുന്ന പേരെന്താ? ഇത് ഈ ഗ്ലോബിനെ 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലെ? അതിന് പറയുന്ന പേരാണ് എന്ത് മക്കളെ? ഈ ഒരു ലൈൻ ഇക്വേറ്റർ എന്നാണ് അതിന് പറയുന്ന പേര്. ഓക്കെ, അപ്പോ നോർത്തേൺ ഹാഫിനെ, ഇവിടെ ഈ ഒരു ഹാഫിനെ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സദേൺ ഹാഫിനെ സദേൺ ഹെമിസ്ഫിയർ എന്നും നമ്മൾ പറയുന്നു. ഓക്കെ, പിന്നെ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാലോ? അപ്പൊ ഇക്വേറ്റർ എന്ന് പറയുന്ന ഇമാജിനറി സർക്കുലർ ലൈൻ ആണ് അല്ലെ? ഇതിനെ ഭാഗിച്ച് 2 പാർട്ട് ആക്കുന്നു അല്ലെ? ഇത് നമ്മളെ എന്തിനു സഹായിക്കുന്നു? ടു ലൊക്കേറ്റ് പ്ലേസസ് ഓൺ ദി എർത്ത് അല്ലെ? ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഈ ഒരു ഭാഗല്ലേ, ഇറ്റ് ടെൽസ് അബൌട്ട് ദ ഫീച്ചർ ഓഫ് ഇക്വേറ്റർ. ഓക്കെ, മക്കളെ നോട്ടിൽ എഴുതി വെക്കാം കേട്ടോ. ഇക്വേറ്റർ എന്താണ്? ഇക്വേറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ലൊക്കേറ്റ് ദ പ്ലേസസ് ഓൺ ദി എർത്ത്. എർത്തിലുള്ള പ്ലേസസിന്റെ ലൊക്കേഷൻ കാണിച്ചു തരുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള പാരലൽ സർക്കിൾസ് ഫോം ചെയ്യുന്നു അല്ലെ? ഓൾ പാരലൽ സർക്കിൾസ് ഫ്രം ദ ഇക്വേറ്റർ അപ് ടു ദി പോൾസ് അല്ലെ? ഇങ്ങനെ കുറെ ഇക്വേറ്ററും ഈ പോൾസും തമ്മിലുള്ള ഇതിൽ കുറെ പാരലൽ സർക്കിൾസ് ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ ആയിട്ട് കുറെ പാരലൽ സർക്കിൾസ് ഫോം ചെയ്യുന്നു അല്ലെ? അങ്ങനെ ഫുൾ ആയിട്ട് എന്താണ്? പാരലൽ സർക്കിൾസ് ഫോം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഗ്ലോബ് ആയിട്ട് മാറുന്നു അല്ലെ? ഇങ്ങനെ കുറെ പാരലൽ സർക്കിൾസ് ഫോം ചെയ്യുന്ന ഒരു ഗ്ലോബ് ആവുന്നു അല്ലെ? ആ പാരലൽ സർക്കിൾസിന് പേര് പറയുന്നു പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് എന്നാണ്. ഈ ലാറ്റിറ്റ്യൂഡ്സ് മെഷർ ചെയ്യുന്ന എന്തിന്റെ ബേസിസിലാണ്? ഡിഗ്രീസിന്റെ ബേസിസിലാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ആണല്ലോ. ഇനി എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് മെഷേഴ്സ്, ഇതില് നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ദി ഇക്വേറ്റർ ആണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡില് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓഫ് പ്രൈം മെറീഡിയൻ എന്ന് ആലോചിക്കുക. ഓക്കെ, ഇക്വേറ്റർ എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന എത്ര ഡിഗ്രിയിലാണ് മക്കളെ? ഇത് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, 0 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. ഇങ്ങനെ ഇക്വേറ്ററും പോൾസും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുമ്പോൾ അത് 1/4 ഓഫ് എ സർക്കിൾ റൗണ്ട് എർത്ത് ആണെന്നും മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ ആ 90 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് നമ്മൾ പറയുന്ന പേരെന്താ മക്കളെ? പെട്ടെന്ന് പറഞ്ഞ, ഇറ്റ് മാർക്സ് ദി നോർത്ത് പോൾ അല്ലെ? 90 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് മാർക്സ് ദി സൗത്ത് പോൾ അല്ലെ? ഇക്വേറ്റർ 2 ഹാഫ് ആയിട്ട് ഇതാക്കി. അപ്പൊ നോർത്ത് പോൾ സൗത്ത് പോൾ ആയി അല്ലെ? അപ്പൊ അതിന്റെ ഓൾ പാരലൽസ് നോർത്ത് ഓഫ് ദി ഇക്വേറ്റർ നോർത്ത് ലാറ്റിറ്റ്യൂഡും ഓൾ പാരലൽസ് ദാറ്റ് ലൈ ഇൻ ദ സൗത്ത് ഓഫ് ദി ലാറ്റിറ്റ്യൂഡ് ഇസ് കോൾഡ് ആസ് വാട്ട്? അല്ലെ? ഓൾ പാരലൽസ് ദാറ്റ് എക്സിസ്റ്റ്. ഇങ്ങനെയുള്ള കുറെ പാരലൽസ് ലൈൻസ് ഇല്ലേ? ഇങ്ങനെ ഇക്വേറ്ററിന് 2 ഭാഗത്തായിട്ട് കുറെ പാരലൽ ലൈൻസ് ഫോം ചെയ്യുന്നുണ്ട്. അതിന് നോർത്ത് സൈഡിലുള്ളത് നോർത്ത് ലാറ്റിറ്റ്യൂഡും സൗത്ത് സൈഡിലുള്ള സൗത്ത് ലാറ്റിറ്റ്യൂഡും ആണ് കേട്ടോ. ഓക്കെ, പിന്നെന്താണ്? അങ്ങനെയാണ് ഓരോ പ്ലേസിനെയും ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, ഓരോ പാരലൽസില്. ഇപ്പൊ നമ്മള് ചന്ദ്രപൂർ ഇൻ മഹാരാഷ്ട്രന്റെ എക്സാമ്പിൾ പറഞ്ഞു, ഇന്ത്യത്തെയും അതേപോലെ സൗത്ത് അമേരിക്കത്തെ ഒരു സ്ഥലം ബെലോ ഹൊറിസോണ്ടെ ഇൻ ബ്രസീലത്തെയും. അതൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെ? 20 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലാണ് ഈ 2 റീജിയൻസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എങ്ങനെയാ നമ്മൾ നോക്കുക? അതിൽ ഫോർമർ ലേറ്റർ എന്നാണ് ബേസിസിലാണ് ഡിവൈഡ് ചെയ്യുക. അപ്പോ ഫോർമർ 20 ഡിഗ്രി നോർത്തിലും അതുപോലെ ലേറ്റർ 20 ഡിഗ്രി സൗത്തിലുമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. 2 റീജിയൻസും 20 ഡിഗ്രി ബേസിസിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ ആദ്യം നമ്മൾ നോക്കി ചന്ദ്രപൂർ എന്ന് പറയുന്ന റീജിയൻ ഫോർമർ ആണ് ആദ്യം വന്നത് അല്ലെ? ആദ്യം നോക്കുന്ന 20 ഡിഗ്രി, അത് ലൊക്കേറ്റ് ചെയ്യുന്ന 20 ഡിഗ്രി നോർത്തിലും മറ്റേത് 20 ഡിഗ്രി സൗത്തിലുമാണ് അല്ലെ? ഇക്വേറ്റർ ബേസിസിൽ നമ്മൾ നോക്കുമ്പോ ഈ ആദ്യം ഫസ്റ്റ് നോർത്ത് അല്ലേ, പിന്നെയല്ല സൗത്ത് പറയുന്നത്. അത് നോർത്തിലാണ് ചന്ദ്രപൂർ എന്ന് പറയുന്ന സ്ഥലം വരുന്നത്, പിന്നെയാണ് അല്ലെ, പിന്നെയാണ് ഏത് സ്ഥലം? ബെലോ ഹൊറിസോണ്ടെ വരുന്നത്. അങ്ങനെ അത് 20 ഡിഗ്രി. ഫസ്റ്റ് ഫോമർ എന്ന് പറയുന്നത് ഈ സൈഡിലാണ് അല്ലെ ഫസ്റ്റ് വരിക. അപ്പൊ അത് എന്താണ്? ചന്ദ്രപൂർ ആണ്. പിന്നെ സെക്കൻഡ് ലേറ്റർ ഏതാണ് വരുന്നത്? പിന്നെ നമ്മൾ നോക്കുന്നത് ഏതാണ്? ബെലോ ഹൊറിസോണ്ടെ. ഇതിന്റെ നടുവ് കൂടെ ഒരു ഇക്വേറ്ററിന്റെ ഇതുണ്ട് അല്ല? ഇത് പോൾസിന്റെ നോർത്തും സൗത്തും. ഓക്കെ നമ്മൾ ഇങ്ങനെയാണ് നമുക്ക് ബേസിസിൽ
ഒരു ഇത് വരുന്നത്. ഓക്കെ, ഐഡിയ കിട്ടിയല്ലോ മക്കൾക്ക്. പിന്നെ ഇനി നമ്മൾ ഇത് പാരലൽസ്, പല ടൈപ്സ് ഓഫ് പാരലൽസ് ഉണ്ട്, പാരലൽ സർക്കിൾസ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ പേരുകളും ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇക്വേറ്റർ, നോർത്ത് പോൾ 90 ഡിഗ്രി, സൗത്ത് പോൾ 90 ഡിഗ്രി സൗത്ത് ആണ് നോക്കിയത് അല്ലെ. വേറെയും പാരലൽസ് ഉണ്ട്, ഓരോന്നായിട്ട് നമ്മൾ പറഞ്ഞതാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെ, ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23 ഡിഗ്രി നോർത്ത്. നെക്സ്റ്റ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അതോ 23 ഡിഗ്രി സൗത്തിലാണ്. പിന്നെ ആർട്ടിക് സർക്കിൾ അറ്റ് 66 ഡിഗ്രി നോർത്ത് ഓഫ് ഇക്വേറ്റർ, അന്റാർട്ടിക് സർക്കിൾ അറ്റ് 66 ഡിഗ്രി സൗത്ത് ഓഫ് ഇക്വേറ്റർ. ഓക്കെ, പിന്നെ നമ്മൾ ഹീറ്റ് സോൺസ് ഓഫ് ദി എർത്തിന്റെ ഹീറ്റ് സോൺസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഓക്കെ, ഇപ്പൊ നമ്മുടെ മിഡ് ഡേ സണ്ണ്, പകൽ സൂര്യൻ അല്ലെ, വർഷത്തിൽ ഒരിക്കൽ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ ഇതില് നല്ല രീതിയിൽ ഷൈൻ ചെയ്യുമ്പോ അല്ലെ, അത് മാക്സിമം ഹീറ്റ് അവർക്ക് കിട്ടും. അങ്ങനെ വരുന്ന റീജിയൻസിന്റെ ആ ഒരു റീജിയൻസിന് നമ്മൾ പറയുന്ന മാക്സിമം ഹീറ്റ് കിട്ടുന്ന റീജിയൻസിന് പറയുന്ന പേരെന്താ മക്കളെ? ടോറിഡ് സോൺ എന്നാണ്, മറക്കരുത് കേട്ടോ. ഓക്കെ, നമ്മൾ ആ സോൺസ്, നോർത്ത് ടോറിഡ്, സൗത്ത് ടോറിഡ്, നമ്മൾ ആ നോർത്ത് ഫ്രിജിഡ് സോൺ അല്ലെ, കോൾഡ് ഉള്ള റീജിയൻസ്, നോർത്ത് ഫ്രിജിഡ് സോൺ, സൗത്ത് ഫ്രിജിഡ് സോൺ. ഓക്കെ ഓക്കെ, അപ്പൊ മിഡ് ഡേ സൺ ഷൈൻ ചെയ്യുന്നില്ല. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഏരിയ കഴിഞ്ഞാൽ അതത്ര അതിനെന്തിട്ടില്ല, പകൽ വെളിച്ചം കിട്ടില്ല. അപ്പൊ അതിന്റെ ഷൈനിങ് കുറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ as the areas bounded by Tropic of Cancer and Arctic Circle in the northern hemisphere, Tropic of Capricorn in the Antarctic Circle in the southern hemisphere അല്ലെ. അപ്പൊ ഇതിൽ കണ്ടില്ലേ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഏരിയ ആണത്, ആർട്ടിക് സർക്കിൾ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇവിടെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അന്റാർട്ടിക് സർക്കിൾ. ഓക്കെ, അപ്പൊ ഇത് ആർട്ടിക് സർക്കിള് നോർത്തേൺ ഹെമിസ്ഫിയറിലും ഇവിടെ സദേൺ ഹെമിസ്ഫിയറിലും ആണ് അന്റാർട്ടിക് സർക്കിൾ അല്ലെ. അതാണ് പറയുന്നത്. ആ റീജിയൻസ് നമ്മൾ ടെമ്പറേറ്റ് സോൺസ് എന്നാണ് പറയുക. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ സൗത്ത് ടെമ്പറേറ്റ് അല്ലെ, നോർത്ത് ടെമ്പറേറ്റ് എന്ന് പേരിട്ടത്. ഓക്കെ, പിന്നെ ഏരിയാസ് ലൈങ് ബിറ്റ്വീൻ, ഇങ്ങനെയല്ല, ആർട്ടിക് സർക്കിൾ ആൻഡ് നോർത്ത് പോൾ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ, സൗത്ത് പോൾ ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ വെരി കോൾഡ് ആണ്. ഓക്കെ, ഇങ്ങനെ ആർട്ടിക് സർക്കിളിന്റെ ഈ ഒരു ഏരിയ നോർത്ത് ഫ്രിജിഡ് സോണും സൗത്ത് അല്ലെ, നോർത്ത് സൈഡും നോർത്തേൺ പോളും സൗത്ത് പോളും എന്താണ് വളരെ കോൾഡ് റീജിയൻസ് ആവും. ആ കോൾഡ് റീജിയൻസ് നമ്മൾ പറയുന്ന പേരാണ് ഫ്രിജിഡ് സോൺ എന്ന്. ആ ഫ്രിജിഡ് സോൺ ആണ് നോർത്ത് ഫ്രിജിഡ് സോൺ, സൗത്ത് ഫ്രിജിഡ് സോൺ എന്നുള്ളത്. ടെമ്പറേച്ചർ കൂടുതൽ നമ്മൾ അവർക്ക് മാക്സിമം ഹീറ്റ് കിട്ടുകയാണ്. സണ്ണ് നല്ല രീതിയിൽ ഷൈൻ ചെയ്തിട്ട് നമ്മുടെ എന്താണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഏരിയയിൽ ഷൈൻ ചെയ്യുന്ന നല്ല അതന്നെ വർഷത്തിൽ ഒരിക്കൽ വരുമ്പോൾ അത് നോർത്ത് ടോറിഡ് സോണും സൗത്ത് ടോറിഡ് സോണും ആവും. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ എന്താണ് ലോഞ്ചിറ്റ്യൂഡ് എന്നാണ് പിന്നെ നമ്മൾ പറഞ്ഞത്. വാട്ട് ഈസ് ലോഞ്ചിറ്റ്യൂഡ്? ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തിന്റെ കറക്റ്റ് പൊസിഷൻ അറിയണമെങ്കിൽ നമ്മൾ ലോഞ്ചിറ്റ്യൂഡ് ബേസിസിലാണ് നോക്കുക. ഓക്കെ, ഇപ്പോ ഐലൻഡ്സ് ബേസ് ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ടോങ്ക ഐലൻഡ് ഇൻ ദ പസഫിക് ഓഷ്യൻ ആൻഡ് മൗറിറ്റസ് ഐലൻഡ്സ് ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ ലൊക്കേറ്റ് ചെയ്യുന്നത് സെയിം ലാറ്റിറ്റ്യൂഡ് 20 ഡിഗ്രി സൗത്തിലാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് അതിനെ കറക്റ്റ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് നമുക്ക് അതിനെ എവിടെയാ ലൊക്കേറ്റ് ചെയ്ത് അറിയണമെങ്കിൽ നമുക്ക് എന്ത് നോക്കണം? ഈ ഒരു ഈസ്റ്റ് ആൻഡ് വെസ്റ്റിന്റെ ഡിസ്റ്റൻസിൽ നമുക്ക് അതിനെ റെഫറൻസ് ചെയ്യണം അല്ലേ. ഈ ഒരു റെഫറൻസിനെ പറയുന്ന പേരാണ് വെസ്റ്റും ഈസ്റ്റും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ഈ ഒരു രണ്ട് ഐലൻഡ്സും എന്ന് നമ്മൾ എന്ത് രീതിയിലാണ് നോക്കുന്നത്? എന്തിന്റെ ബേസ്ഡ് അപ്പോൺ മെറിഡിയൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്. ഇങ്ങനെ നോക്കുന്ന അത് രണ്ട് ഐലൻഡ്സ് തമ്മിൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന എന്തിന്റെ ബേസിസിലാണ്? അക്കോർഡിംഗ് ടു ദ ഡിഗ്രീസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് അല്ലെ. ഈച്ച് ഡിഗ്രി പിന്നെയും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു മിനിറ്റ്സ് ആയിട്ട്, പിന്നെയും മിനിറ്റ്സ് സെക്കൻഡിലേക്ക് മാറുന്നു. ഓക്കെ, ഇത് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുമ്പോൾ സെമി സർക്കിൾസ് ആണ്, അതിന് ഡിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടേ വരും അല്ലെ. പോൾ വേർഡ്സ് നോക്കുമ്പോൾ അതിന്റെ ഡിസ്റ്റൻസ് കുറഞ്ഞ് ഇറ്റ് ബിക്കം 0 അറ്റ് ദി പോൾസ്. അതിന് അവിടെയാണ് എല്ലാ മെറിഡിയൻസും മീറ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, അൺലൈക്ക് ദ പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ഓൾ മെറിഡിയൻസ് ആർ ഓഫ് ഈക്വൽ ലെങ്ത് ആണ്. അത് വളരെ ഡിഫിക്കൽട്ട് ആണ് ടു നമ്പർ മെറിഡിയൻസ്. സോ ഓക്കെ, അപ്പൊ അങ്ങനെ എല്ലാ കൺട്രീസ് രാജ്യങ്ങളും തീരുമാനിച്ച എല്ലാ ഇതും കൗണ്ട് ബിഗിൻ ചെയ്യുന്ന മെറിഡിയൻസിലാണ്. ഓക്കെ, അപ്പൊ മെറിഡിയൻ എന്ന് പറയുന്നത് എന്തും കൂടിയാണ് അതിന്റെ പേര്? പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നു. ഓക്കെ,
ഇറ്റ്സ് വാല്യൂ പ്രൈം മെറീഡിയത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ്. ഫ്രം ഇറ്റ് വി കൗണ്ട് 180 ഡിഗ്രി ഈസ്റ്റ്വേർഡ്സ് 180 ഡിഗ്രി വെസ്റ്റ്വേർഡ്സ്. ഓക്കെ, അങ്ങനെയാണ് ഒരു കറക്റ്റ് ഒരു കൺട്രീന്റെ ലൊക്കേഷൻ നമ്മൾ പൊസിഷൻ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ പ്രൈം മെറീഡിയൻ 180 ഡിഗ്രി മെറീഡിയൻ ഡിവൈഡ് ദ എർത്ത് ഇൻടു 2 ഹാഫ്സ്, ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അതിന് പറയുന്ന പേരാണ് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും വെസ്റ്റേൺ ഹെമിസ്ഫിയർ. ലോഞ്ചിറ്റ്യൂഡിനെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു ബേസ്ഡ് അപ്പോൺ ദി പ്രൈം മെറീഡിയൻ ആൻഡ് 180 ഡിഗ്രി മെറീഡിയൻ that divides earth into 2 equal halves. It is called as what? Northern hemisphere and it is called as Eastern hemisphere and Western hemisphere. Okay, ഇങ്ങനെ the longitude of a place is followed by the letter. ഇങ്ങനെ ഓരോതിന്റെയും നമ്മൾ ഓരോ പ്ലേസസിന്റെയും ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് നമ്മൾ പൊസിഷൻ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ അത് വെസ്റ്റ് സൈഡിലാണെങ്കിൽ W എന്നും ഈസ്റ്റ് സൈഡിലാണ് E എന്നുള്ള ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് പറയാറ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് 180 ഡിഗ്രി ഈസ്റ്റ് സൈഡും 180 ഡിഗ്രി വെസ്റ്റ് സൈഡും ലൊക്കേറ്റ് ചെയ്യുന്ന സെയിം ലൈനിലാണ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് അബൌട്ട് ലോഞ്ചിറ്റ്യൂഡ്. ഓക്കെ, അപ്പൊ പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ടൈമിനെ കുറിച്ചാണ് അല്ലെ. അപ്പോ നോക്കിക്കേ, നമ്മൾ എങ്ങനെയൊക്കെയാണ് ടൈം നമ്മൾ നോക്കുക. ഇറ്റ് ബേസ്ഡ് അപ്പോൺ മൂവ്മെന്റ് ഓഫ് ദി എർത്ത്, മൂൺ ആൻഡ് പ്ലാനറ്റ്സ് അല്ലെ. ഇപ്പൊ നെക്സ്റ്റ് പോയിന്റിൽ നമ്മൾ പറഞ്ഞത് സൺ റെഗുലർലി റൈസ് ആൻഡ് സെറ്റ്സ് എവറി ഡേ. അങ്ങനെയാണ് നമ്മൾ അതിന്റെ ടൈമിങ് വേൾഡിൽ മൊത്തം നമുക്ക് മനസ്സിലാവുന്നത്. ലോക്കൽ ടൈം ക്യാൻ ബി റിക്വയർഡ് ബൈ ദ ഷാഡോ കാസ്റ്റ് ബൈ ദ സൺ അല്ലെ. എന്ന് പറയുമ്പോൾ സണ്ണിന്റെ കാസ്റ്റ് ഷുഡ് ബി ഷോർട്ടസ്റ്റ് അറ്റ് ന്യൂൺ അല്ലെ, ലോങ്സ്റ്റ് അറ്റ് സൺറൈസ് അല്ലെ. എന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ അതെന്തിക്കും സണ്ണിന്റെ പ്രകാശം കുറയും അല്ലെ, കൂടുതൽ പകൽ സമയത്താണ് അല്ലെ. ഓക്കെ, പിന്നെ ദ പ്രൈം മെറീഡിയൻ ഓഫ് ഗ്രീൻവിച്ച് ഹാസ് സൺ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ്. അപ്പൊ അവിടെ എന്തായിരിക്കും, നല്ല എന്തായിരിക്കും, പകലായിരിക്കും അല്ലെ, നല്ല ചൂട് കിട്ടുന്ന ടൈം ആയിരിക്കും. when the earth rotates from west to east, those places east of Greenwich will be ahead of Greenwich time അല്ലെ. those to west will be behind it അല്ലെ. എത്രയോ ടൈം വ്യത്യാസമുണ്ട് വെസ്റ്റ് സൈഡും ഈസ്റ്റ് ഓഫ് മെറീഡിയൻ തമ്മിൽ അല്ലെ. ആ ഒരു ടൈം വ്യത്യാസം വ്യത്യാസം ഹവർലി ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, when it is 12 noon at Greenwich, the time at 15 degree east of Greenwich will be 60 minutes. 154 is equal to 60 minutes ആയിരിക്കും. ഡിഫറൻസ് കണ്ടില്ലേ, it is 1 hour ahead of Greenwich time. അപ്പം 1 മണിയായിരിക്കും എന്നാണ് പറയുന്നത്. 15 ഡിഗ്രി വെസ്റ്റിലും അതേപടി എന്തായിരിക്കും, ഒരു വെസ്റ്റ് സൈഡിൽ വരുമ്പോൾ കുറയും അല്ലെ. അപ്പൊ അത് 11 മണിയായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ടൈം മെഷർ ചെയ്യുന്നത്. സോ അറ്റ് എനി പ്ലേസ് എ വാച്ച് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ടു റീച്ച് 12 o'clock ഹയസ്റ്റ് പോയിന്റ് ഇൻ ദ സ്കൈ when it is midday. അങ്ങനെയാണ് ടൈം എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് വൈ ഡു വി ഹാവ് സ്റ്റാൻഡേർഡ് ടൈം? എങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം നോക്കുന്നത്? ദ ലോക്കൽ ടൈം ഓഫ് പ്ലേസസ് വിച്ച് ആർ ഓൺ ഡിഫറെന്റ് മെറീഡിയൻസ് ആർ ബൗണ്ട് ടു ഡിഫർ. പല സ്റ്റേറ്റിലും ലോക്കൽ ടൈം വളരെ ഡിഫറൻസ് ആയിരിക്കും. പല മെറീഡിയൻസിൽ ലൊക്കേറ്റ് ചെയ്യുന്ന പ്ലേസ് പല ടൈം ആയിരിക്കാം അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രെയിനിന്റെ ടേബിൾ ഒക്കെ ഇടുമ്പോൾ അല്ലെ, ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു പ്രിപ്പയർ ടൈം ടേബിൾ ഫോർ ട്രെയിൻസ് അല്ലെ. ഫോർ ഇൻസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ദർ വിൽ ബി ഡിഫറൻറ്റ് ഓഫ് അബൌട്ട് 1 hour and 45 minutes ഇൻ എവിടെ, ഗുജറാത്ത് ആൻഡ് ആസാം. ഏതൊക്കെ സ്ഥലങ്ങൾ, ദ്വാരക എന്ന് പറയുന്ന ഗുജറാത്തിലും ദിബ്രുഗർ എന്ന് പറയുന്ന ആസാമിലെ സ്ഥലം തമ്മിൽ 1 മണിക്കൂർ 45 മിനിറ്റ്സ് ഡിഫറൻസ് ആണ് ടൈമിങ്ങിൽ ഉള്ളത്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു പ്രിപ്പയർ ടൈം ടേബിൾ ഫോർ ഓൾ. ഓക്കെ, അതാണ് പറയുന്നത്. ഇറ്റ് ഈസ് therefore necessary to adopt the local time of some central. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ സെൻട്രൽ മെറീഡിയനിലുള്ള ഒരു ലോക്കൽ ടൈം ബേസ്ഡ് ഓൺ ദാറ്റ് കൺട്രി സ്റ്റാൻഡേർഡ് ടൈം വിൽ ബി ഡിറ്റർമൈൻഡ് അല്ലെ. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ ദ ലോഞ്ചിറ്റ്യൂഡ് ഓഫ് 82 ഡിഗ്രി ഈസ്റ്റ് 82 ഡിഗ്രി 30 ഫെഹറൻഹൈറ്റ് ഈസ്റ്റ് ട്രീറ്റഡ് ആസ്. അങ്ങനെ നമ്മൾ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ആയിട്ട് നമ്മുടെ ഇന്ത്യന്റെ എത്ര ഡിഗ്രിയാണ് ലോഞ്ചിറ്റ്യൂഡ്? ഇറ്റ് ഈസ് 82 ഡിഗ്രി ഈസ്റ്റ് അല്ലെ. ആൻഡ് അല്ലെ, ആ ഒരു 82 ഡിഗ്രി 30 ഫെഹറൻഹൈറ്റ് അതിൽ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ആയിട്ട് നമ്മുടെ ഇന്ത്യ പൊസിഷൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഗ്ലോബില്. അപ്പോ
the local time at this meridian is taken. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഈ ലോക്കൽ ടൈം ആണ് ഓഫ് ദാറ്റ് മെറീഡിയൻ ഇസ് ടേക്കൺ ആസ് ദ സ്റ്റാൻഡേർഡ് ടൈം ഓഫ് അവർ കൺട്രി. അങ്ങനെയാണ് നമ്മൾ എന്തിനാ പറയുന്നത്, ആ ഒരു ലോക്കൽ ടൈം ബേസ്ഡ് upon that the standard time is determined. It is called as what? The Indian Standard Time, IST. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സിമ്പിൾ ചാപ്റ്റർ, അത്ര കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ. നമ്മൾ മെയിൻലി ഗ്ലോബ് അല്ലെ നമ്മളെ എർത്ത് തമ്മിലുള്ള ഡിഫറൻസസ് പറഞ്ഞു. അറിയാം ഗ്ലോബ്, നമ്മൾ മാർക്കറ്റിൽ വാങ്ങുന്ന ഗ്ലോബും നമ്മുടെ ശരിക്കുള്ള എർത്തും ഒക്കെ എത്ര ഡിഫറൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. സൈസിലുള്ള ഡിഫറൻസ്, ലാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലെ, അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡ്സ് ആൻഡ് മെറീഡിയൻസിനെ കുറിച്ച് പറഞ്ഞു അല്ലെ, സ്റ്റാൻഡേർഡ് ടൈം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക അതിനെ കുറിച്ച് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിൽ പറഞ്ഞു അല്ലെ. അപ്പൊ മക്കൾക്ക് ഈ ക്ലാസ് വളരെ എഫക്റ്റീവ് ആയി എന്ന് ടീച്ചർ വിചാരിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് സെഷന് വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. താങ്ക് യു.